السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹയുടെ അൽ ഇർശാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ത്വാഅത്തുൽ ഉലമാ, പണ്ഡിതന്മാരെ അനുസരിക്കുക എന്നതിൻ്റെ തെറ്റായ രണ്ട് വശങ്ങളും ശരിയായ മധ്യമ നിലപാടുമാണ്. എല്ലാ പണ്ഡിതന്മാരെയും തള്ളിക്കളഞ്ഞ് പ്രമാണങ്ങൾ മാത്രം സ്വന്തം യുക്തി കൊണ്ട് മനസ്സിലാക്കി പോകുക എന്നത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ പ്രമാണങ്ങളെക്കാൾ ഏറെ പണ്ഡിതന്മാരുടെ വാക്കിന് മുൻതൂക്കം കൊടുത്ത് അന്ധമായി അനുകരിക്കുക എന്നത് അതും തെറ്റായ കാര്യമാണ്. ഒരു വേള തശ്രീഇൽ മതനിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർക്ക് അധികാരം പകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് ശിർക്കാകുന്ന കാര്യവുമാണ് എന്നാണ് പറഞ്ഞത്. 64-ാമത്തെ പേജിലാണ് 64-ാമത്തെ പേജിലാണ് നമ്മൾ ഇന്ന് വായിച്ചെത്തിയത്. ഇതിൽ അവരെ ഹാക്കിമാക്കാം ഇല്ല, അതിന് പ്രത്യേകം പേര് പറ്റില്ല. ആ ഭാഗം ഷെയ്ഖ് പറഞ്ഞു. അതായത് അവരെ പൂർണ്ണമായും തള്ളിക്കളയാന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേകം പേര് പറഞ്ഞിട്ടില്ല. ഇനി അതിന് മറ്റൊരു ഭാഗമാണ് ഭരണകർത്താക്കളെ, നേതാക്കന്മാരെ, ഭരണാധികാരികളൊക്കെ അള്ളാഹുവിൻ്റെ ദീനെതിരായി പറഞ്ഞാലും അത് സ്വീകരിക്കുക എന്ന നിലപാട്. അതും ഈ ഗണത്തിൽ പെടുന്ന ഭാഗം തന്നെയാണ്. അള്ളാഹുവിൻ്റെ വിധിയല്ലാത്തത് വിധിക്കുക, ഇസ്ലാമികമായ ശരീഅത്ത് നിയമങ്ങളല്ലാത്ത നിയമങ്ങളെ പിൻപറ്റുക, അവയോടൊക്കെ ഉണ്ടാവേണ്ട സമീപനങ്ങൾ, അതാണ് ഇനി ചർച്ച ചെയ്യുന്ന ഭാഗം. ഇത് 64-ാണ് പേജിൽ അവസാന ഭാഗം. 72-ആണ്. വകമാ ലാ തജൂസു ത്വാഅത്തുൽ ഉലമാഇ, അതാണ് ഇനി വായിക്കാനുള്ളത്. വകമാ ലാ തജൂസ് ത്വാഅത്തുൽ ഉലമാഇ ഫീ തഹ്ലീലിൽ ഹറാമി വതഹ്രീമിൽ ഹലാലി, ഹലാലിനെ ഹറാമാക്കുന്ന കാര്യത്തിലും ഹറാമിനെ ഹലാലാക്കുന്ന കാര്യത്തിലും പണ്ഡിതന്മാരെ അനുസരിക്കാൻ പാടില്ല, ജായിസല്ല എന്നതുപോലെ തന്നെ ഫകദാലിക ലാ തജൂസ്, അപ്രകാരം തന്നെ ജായിസല്ല ത്വാഅത്തുൽ ഉമറാഇ വറുഅസാഇ, നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അനുസരിക്കലും ജായിസല്ല. ഫിൽ ഹുക്മി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന കാര്യത്തിൽ ബിഗൈരി ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്ത് അല്ലാത്തത് കൊണ്ട് വിധി പറയുന്ന കാര്യത്തിലും നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അനുസരിക്കലും ജായിസായ കാര്യമല്ല. അസ്ല് ഇസ്ലാമിക ശരീഅത്താണ്. അള്ളാഹുവിൻ്റെ ദീനുപ്രകാരമാണ് വിധി പറയേണ്ടത്. അതാണ് അടിസ്ഥാനം. لأنه يجب التحاكم إلى كتاب الله وسنة رسوله في جميع المنازعات والخصومات وشؤون الحياة. കാരണം എല്ലാ തർക്കങ്ങളിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിലും ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കിതാബിലേക്കും റസൂലിൻ്റെ സുന്നത്തിലേക്കുമാണ് യഥാർത്ഥത്തിൽ വിധി തേടി പോകേണ്ടത്. ലോകത്തുണ്ടോ എന്ന് പറയുന്ന കാര്യം അതാണ് അസ്ല്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് മനുഷ്യനെ പടച്ചത്, അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, അവനാണ് എല്ലാം സംവിധാനിച്ചത്. അതുകൊണ്ട് അവൻ്റെ നിയമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്വീകരിക്കേണ്ടത്. അതാണ് അടിസ്ഥാനം. ആളുകൾ തള്ളിക്കളഞ്ഞാലും ഇല്ലെങ്കിലും ശരി, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് തൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുക, തൻ്റെ സൃഷ്ടാവിനെ അനുസരിക്കുക, തൻ്റെ സൃഷ്ടാവിന് വഴിപ്പെടുക, തൻ്റെ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവൻ നിയമമായി
സ്വീകരിക്കുക. അതാണ് അസ്ല്, അതാണ് അടിസ്ഥാനം. لأن هذا هو مقتضى العبودية والتوحيد. അതാണ് തൗഹീദിന്റെ തേട്ടം, അതാണ് അള്ളാഹുവിന്റെ അടിമയാവുക എന്നതിൻ്റെ തേട്ടം. അതാണ് لأن التشريع حق لله وحده. കാരണം ശരീഅത്ത് ഉണ്ടാക്കാനുള്ള അധികാരം പടച്ച റബ്ബിന് മാത്രമാകുന്നു. കമാ ഖാല തആല അലാ ലഹുൽ ഖൽഖു വൽ അംറു. അള്ളാഹുവിനാണ് ഖൽഖ്, അവനാണ് അംറും. സൃഷ്ടിപ്പ് റബ്ബിന് മാത്രം. അതുകൊണ്ട് അംറ്, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരവും അല്ലാഹു തആലാക്ക് മാത്രമാണ്. ഐ ഹുവൽ ഹുക്മു ഹുവൽ ഹകമു വലഹുൽ ഹുക്മു. അള്ളാഹുവാണ് ഹാക്കിം, അവനാണ് ഹുക്കുമുള്ളത്. യഥാർത്ഥ ഹാക്കിം അള്ളയാണ്, യഥാർത്ഥ ഹുക്കുമ് അവനുള്ളതാണ്. അള്ളാഹ് ഇലാഹാണെന്നതുപോലെ അവൻ റബ്ബാണെന്നതുപോലെ അവൻ ഹാക്കിമാണ്. അള്ളാഹുല്ലാത്ത ഇലാഹകൾ ലോകത്ത് സ്വീകരിക്കുന്നുണ്ട്, അത് ബാത്തിലാണ്. അതുകൊണ്ട് അള്ളാഹ് ഇലാഹ അല്ലാന്ന് വരുന്നില്ല. അള്ളാഹുവാണ് സാക്ഷാൽ ഇലാഹ്. റബ്ബല്ലാത്തവരെ ആളുകൾ ഇലാഹായി സ്വീകരിക്കുന്നു എന്ന പോലെ അള്ളാഹു അല്ലാത്ത ഹാക്കിമിനെ ആളുകൾ സ്വീകരിക്കുന്നു. യഥാർത്ഥ ഹാക്കിം അള്ളാഹുവാണ്, അവനാണ് ഹുക്കുമുള്ളത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. എന്തൊരു കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫഹുക്മുഹു ഇലല്ലാഹ്, അതിന്റെ ഹുക്മ് അള്ളാഹുവിലേക്കാകുന്നു. വഖാല തആല ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്ബീലാ. നിങ്ങൾ വല്ല വിഷയത്തിലും തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കുക, അവൻ്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കുക. അതാണ് ഖൈറ്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അള്ളാഹുവിനും പരലോകത്തും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാകുന്നു. ഫത്തഹാക്കും ഇലാ ശറഇല്ല. അപ്പോൾ റബ്ബിൻ്റെ ശറഇലേക്ക് വിധി തേടുക എന്നത് ലൈസ ലിത്വലബിൽ അദ്ലി ഫഖത്ത്, നീതിക്ക് വേണ്ടി മാത്രമല്ല. ഇസ്ലാമിൻ്റെ ഹുക്മാണ് നീതിപൂർവ്വമുള്ളത്, അതുകൊണ്ട് നീതി കിട്ടണമെങ്കിൽ ഇസ്ലാമിലേക്ക് പോകണം. അതല്ല അസ്ല്, അത് സത്യമാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ അടിസ്ഥാനം അതല്ല. അടിസ്ഥാനം എന്താണ്? വഇന്നമാ ഹുവ ഫി ദറജത്തിൽ ഊലാ തഅബ്ബുദുൻ ലില്ലാഹി വഹഖ്ഖുൻ ലില്ലാഹി വഹ്ദഹു വഅഖീദത്തുൻ. അതൊരു അഖീദയുടെ ഭാഗമാണ്, അതൊരു ഇബാദത്തിൻ്റെ ഭാഗമാണ്, അത് പടച്ചറബിന് അവകാശപ്പെട്ട കാര്യമാണ്. അല്ല അപ്പുറത്ത് നീതിയില്ല, ഇവിടെ നീതിയുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് വരിക എന്നുള്ളതല്ല. അത് സ്വാഭാവികമായി ലഭിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിലെ എല്ലാ ഹുക്കുമും നീതിപൂർവകമാണ്, അത് സ്വാഭാവികമായി കിട്ടും. അതുകൊണ്ടല്ല വരേണ്ടത്. അതുകൊണ്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അപ്പുറത്ത് വേറെ നീതി കണ്ടാൽ നമ്മൾ നീതി കിട്ടിയാൽ മതി, എവിടെയാലും വേണ്ടില്ല എന്ന് പറയും. അതല്ല അസ്ല്, ഇത് അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ്റെ അബ്ദാണോ അവൻ്റെ അടിമയാണോ എങ്കിൽ അവൻ്റെ ഹുക്കുമാണ് സ്വീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായും നീതിയാണ്. അപ്പം അതിലേക്ക് വന്നാൽ പൂർണ്ണമായും നീതി അവന് കിട്ടുകയും ചെയ്യും. അപ്പം നീതി കിട്ടുക എന്നതുകൊണ്ട് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഹുക്കുമിനെ സ്വീകരിക്കേണ്ടത്, പകരം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അഖീദയുടെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ ശറഅ അല്ലാത്തതിലേക്ക് ഒരാൾ വിധി തേടിപ്പോയാൽ മിൻ സാഇരിൽ അൻളിമതി വൽ ഖവാനീനിൽ ബശരിയ്യതി, മാനുഷികമായ നിയമങ്ങൾ മറ്റ് വ്യവസ്ഥകൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഖദ് ഇത്തഖദ വാദിഇ തിൽക്കൽ ഖവാനീനി വൽ ഹാകിമീന ബിഹാ ശുറകാഅ ലില്ലാഹി ഫീ തശ്രീഇഹി. ആ നിയമങ്ങൾ നിർമ്മിച്ചവരെയും അതേപോലെ അതുപ്രകാരം വിധിക്കുന്നവരെയും അവൻ ശരീക്കുമാരായി സ്വീകരിക്കുന്നു. ഖാല അല്ലാഹു തആല അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, ദീനിൽ അവർക്ക് നിയമമുണ്ടാക്കി കൊടുക്കാൻ അധികാരമുള്ള വല്ല പങ്കുകാരുമുണ്ടോ? മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, റബ്ബ് അത് അനുവാദം നൽകാത്ത നിയമമുണ്ടാക്കി കൊടുക്കാൻ മതത്തിൽ അധികാരമുള്ള വല്ല പങ്കുകാരുമുണ്ടോ എന്ന് റബ്ബ് ചോദിക്കും. അപ്പോൾ അവരെ ശുറക്കാ ആയിട്ടാണ് പരിചയപ്പെടുത്തിയത്. ദീനിൽ നിയമം ഉണ്ടാക്കുക, തശ്രീഅ് മതനിയമമാണത്, മതനിയമമാണ് തശ്രീഅ് എന്നുള്ളത്. ദുനിയാവിൽ നമുക്ക് റോഡ് എവിടെ ഉണ്ടാക്കണം, ദാറിടണോ വേണ്ടേ, പാലം കെട്ടണോ വേണ്ടേ, അത് നമുക്ക് തീരുമാനിക്കാം. അവിടെയും യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അസ്ലുമായി യോജിക്കുന്നതാണ്. മഖാസിദു ശരീഅയാണ്, മഖാസിദു ശരീഅ, അത് നമുക്ക് തീരുമാനിക്കാം. ഇസ്ലാമിൻ്റെ 5 മഖ്സദുണ്ട്. ഒരു മനുഷ്യൻ്റെ 5 മേഖലകൾ സംരക്ഷിക്കാനാണ് മതനിയമങ്ങളെല്ലാം ഉണ്ടായത്. ആ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ തന്നെയാണ് പലപ്പോഴും ഭൗതികമായ നിയമങ്ങൾ ഏത് സർക്കാരുകളും ഉണ്ടാക്കുന്നതും. ഇപ്പോൾ സിഗ്നലിൽ ചുവപ്പ് എത്തിയാൽ വണ്ടി ബ്രേക്ക് ഔട്ടണം. എന്തിനാ? മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാനാണ്. അല്ലാതെ ഖുർആനിലെ ഹദീസിൽ പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ സംബന്ധിച്ച് സ്വീകരിക്കൽ ബാധ്യതയാണ് ഇവിടെ.
കാരണം ഇസ്ലാം പറഞ്ഞ അസുലിനോട് യോജിക്കുന്ന നിയമമാണ്. ഇസ്ലാം പറഞ്ഞതാണ് ഹിഫ്ദുൽ മാൽ, ഹിഫ്ദുൽ നഫ്സ്, ഹിഫ്ദുൽ ദീൻ. ബലത്തെ സംരക്ഷിക്കുക, സമ്പത്ത് സംരക്ഷിക്കുക, ശരീരം സംരക്ഷിക്കുക, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പം അതിന് അനുകൂലമായ നിയമങ്ങൾ എവിടെ വന്നാലും അത് ദീനിൻ്റെ കൂടി താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭരണാധികാരികൾ പോലും ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ കൊടുക്കുന്നത്. ഉമർ ഖത്താബ് എന്തെല്ലാം നിയമങ്ങൾ പാസ്സാക്കി? പോസ്റ്റൽ സംവിധാനം ഉമർ ഖത്താബ് നടപ്പാക്കിയതാണ്. പെൻഷൻ സമ്പ്രദായം ഉമർ ഖത്താബ് നടപ്പാക്കിയതാണ്. നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പെൻഷൻ അത് ഉമർ ഖത്താബ് തുടങ്ങിയതാണ്, ഇവിടെ വന്നൊന്നുമല്ല. അതേപോലെ അന്ധന്മാർക്ക് പോലും ഉമർ ഖത്താബ് പെൻഷൻ പാസ്സാക്കിയതാണ്. പെൻഷൻ മാത്രമല്ല, അന്ധന്മാർക്ക് അവർക്ക് ഒരു വഴികാട്ടിയ ഒരാളെ കൂടി ഉമർ ഖത്താബ് അനുവദിച്ചു കൊടുത്തതാണ്. അയാൾക്ക് വേണ്ടതും കൂടി ബൈത്തുൽ മാലിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കലാൽ സംവിധാനം ഉമർ ഖത്താബ് തുടങ്ങിയതാണ്. അതേപോലെ ധാരാളം ഇന്ന് കാണുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ, ജയില് ഉമർ ഖത്താബിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്? ഈ പറയപ്പെട്ട മേഖലകൾ സംരക്ഷിക്കാനും നിലനിർത്താനും തന്നെയാണ്. മസ്ലഹത്തിന് വേണ്ടിയാണ്. മസ്ലഹത്ത് ഇപ്പോൾ ജയിലിൽ മസ്ലഹത്തുണ്ട്, ജയിലിൽ മഫ്സദത്തുണ്ട്. പക്ഷെ ഉമ്മത്തിൻ്റെ മസ്ലഹത്ത് നോക്കുമ്പോൾ ജയിൽ ആവശ്യമാണ്. ഒരുത്തരെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ ഓനെ സംബന്ധിച്ച് നഷ്ടമാണല്ലോ. പക്ഷെ ഓനെ പുറത്തു വിട്ടാലോ ബാക്കി എല്ലാവർക്കും പ്രയാസമാണ്. അപ്പം പൊതുവായ മസ്ലഹത്ത് വന്നപ്പോൾ അതിന് പ്രാമുഖ്യം നൽകി. അതാണ് ഇസ്ലാമിൻ്റെ ബേസ്. അപ്പോൾ ആ നിലയ്ക്ക് പറഞ്ഞ നിയമങ്ങൾ ഏത് രാജ്യത്ത് ആരുകൊണ്ടെന്നാലും അത് സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകം ബാധ്യതയായി മാറുന്നു. എന്നുള്ള പറയുകയും ചെയ്തു. അപ്പൊ അള്ളാഹിന്റെ ശറഅല്ലാത്ത ശറഇലേക്ക് വിധി തേടിപ്പോയാൽ അവന് ഈമാനില്ല എന്നാണ് ഇപ്പൊ ആയത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുലേക്ക് മുസ്ലിലേക്ക് മടക്കുക. അപ്പൊ അള്ളാഹുലേക്ക് മുസ്ലിലേക്ക് അല്ലാതെ മടക്കിയാലോ അത് ഈമാനില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ഒക്കെ വരുന്നുണ്ട്. കാലത്ത് അയല ദേശം ശ്രമിച്ചാൽ മതി. കാലത്ത് അയല അലന്തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. നബിയെ, താങ്കൾ കണ്ടില്ലേ ചില ആളുകൾ അവർ വാദിക്കുന്നു താങ്കൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നു. പക്ഷേ അവർ യുരീദുന യതഹാകമു ത്വാഗൂതി, അവർ ത്വാഗൂത്തിലേക്ക് വിധി തേടി പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, അത് അവിശ്വസിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള മുനാഫിക്കുകളെ പറ്റി പറഞ്ഞു. ഇലാ ഖൗലിഹി തആല ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവസാനം അല്ലാഹു പറഞ്ഞു അവർ മുഅ്മിനാവുകയില്ല, നിന്റെ റബ്ബാണ് സത്യം. ഫലാ വറബ്ബിക്, ഇല്ല റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹക്കിമൂക, നബിയെ താങ്കളെ ഹാക്കിമാക്കുന്നത് വരെ. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നബിയെ നിങ്ങളുടെ വിധി സ്വീകരിക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. സ്വീകരിച്ചാൽ മാത്രം പോരാ, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ വിധിച്ചതിൽ അവർക്ക് മനസ്സിൽ ഒരു പ്രയാസം പോലും ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പരിപൂർണമായും അവരത് വിജയപ്പെടുകയും വേണം. അപ്പോഴേ അവർ മുഅ്മിനാവുകയുള്ളൂ. നബി പറഞ്ഞു ഇപ്പം എന്താ കാട്ട്, സ്വീകരിക്കല്ലാതെ വൃത്തില്ലല്ലോ, അത് പോരാ. ഹദീസ് കണ്ടപ്പോൾ അങ്ങനെ ഹദീസ് ഉണ്ടോ, കുടുങ്ങി, ഏതാണ് സ്വീകരിക്കണേ, വേറെ വഴിയൊന്നുമില്ല. ആ സ്വീകരിക്കലല്ല, മനസ്സിലൊരു പൊടുതികേട് പോലും ഇല്ലാതെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അത് ഏറ്റെടുക്കുക. അതാണ് ശരിയായ ഈമാൻ. ഫമൻ ദഅ ഇലാ തഹ്കീമിൽ ഖവാനീനിൽ ബശരിയ്യ, മാനുഷികമായ നിയമങ്ങളെ ഇവിടെ വിധിയായി കണക്കാക്കണമെന്നതിലേക്ക് ക്ഷണിച്ചാൽ ഫഖദ് ജഅല ലില്ലാഹി ശരീകൻ ഫി ത്വഅത്തി വത്തശ്രീഇ, അവിടെ ത്വഅത്തിലും തശ്രീഇലും അവൻ പടച്ച റബ്ബിന് ഒരു ശരീക്കിനെ ഉണ്ടാക്കിയിരിക്കുന്നു. വമൻ ഹകമ ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് പ്രകാരം അല്ലാത്തൊരു വിധി ഒരാൾ വിധിയായി സ്വീകരിച്ചാൽ എങ്ങനെ, യറാ, അവൻ അഭിപ്രായപ്പെടുന്നു, അന്നഹു അഹ്സനു, അതാണ് കൂടുതൽ നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നു. അല്ലാഹുവിനേക്കാളൊക്കെ നല്ലത് ഇതാണ്. ഇസ്ലാമിനേക്കാളും നല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. ഇസ്ലാമിൻ്റെ അതേ നിലവാരമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാലോ അതും കുഫ്ർ, അതും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പക്ഷേ ജനാധിപത്യം ഹൈറായിരിക്കാം, അത് പറയാം. ഈ നാട്ടിൽ ജനാധിപത്യം നമുക്ക് വലിയ നിഅമത്താണ്, സംശയമൊന്നുമില്ല. കാരണം ഇത് പൊളിഞ്ഞാൽ ഇവിടെ വരാനുള്ളത് സ്വേച്ഛാധിപത്യമാണ്, ഏകാധിപത്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ എന്തുകൊണ്ടും നല്ല ഇത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇവിടെ ഇസ്ലാം വേണോ ജനാധിപത്യം വേണോ എന്ന് ഇവിടെ ചോദ്യമില്ല. ആ ചോദ്യം ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇവിടെ ജനാധിപത്യം വേണോ അതല്ല അതും കൂടി പൊളിക്കണോ എന്നാണ് ഇവിടെ ചർച്ച എടുക്കുന്നത്. അപ്പം ഇത് പൊളിക്കാൻ പറ്റൂല. കാരണം ഇത് പൊളിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മക്കാസിൽ പലതും ഇല്ലാതായി പോകും.
ഇവിടെ നമുക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ടാണ്, ജനാധിപത്യ സർക്കാരായതുകൊണ്ടാണ്. ഇവിടെ നിയമങ്ങൾ പാലിച്ച് പെർമിഷൻ വാങ്ങി പള്ളി ഉണ്ടാക്കി ക്ലാസ് എടുത്ത് റെക്കോർഡ് ചെയ്ത് അത് നാട് മുഴുവൻ വിടുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പം ദീനിൻ്റെ സംരക്ഷണം ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. ദീനിൻ്റെ സംരക്ഷണം ഇവിടെ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ സംവിധാനം പൊളിഞ്ഞ് ഇവിടെ സ്വേച്ഛാധിപത്യം വന്നാൽ ഇതൊക്കെ ഇവിടെ ഇല്ലാതാവും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ ജനാധിപത്യമാണ് നിലനിൽക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ബേസ്. യറാ അന്നഹു അഹ്സൻ, അവൻ അഭിപ്രായപ്പെടുന്നത് അതാണ് അഹ്സൻ, ഏറ്റവും നല്ലത്. ഔ മുസാവിൻ ലിമാ അൻസലല്ലാഹു വശറഅഹു, അല്ലെങ്കിൽ അല്ലാഹ് ഇറക്കിയതോട് കിടപിടിക്കുന്നതാണ് എന്ന് വിശ്വസിച്ചാലും ശരി. ഔ അന്നഹു യജൂസു വൽ ഹുക്മു ബിഹാദാ ഫഹുവ കാഫിറുൻ ബില്ലാഹ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും അതാണ് നല്ലത്, അതാണ് ഇസ്ലാമിൽ കിടപിടിക്കുന്നത്, അത് ജായിസാണ് എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫഹുവ കാഫിറുൻ ബില്ലാഹ്, അവൻ കാഫിർ തന്നെയാണ്. വൈൻ സഅമ അന്നഹു മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ് എന്ന് വാദിച്ചാലും ശരി. വാദിക്കാൻ ഞാൻ മുഅ്മിനാണ്, അവിടെ മാത്രം മുഅ്മിനാവൂല. لأن الله أنكر على من يريد التحاكم إلى غير شرعه وكذبهم في زعمهم الإيمان. എത്തപ്പനായത്ത് അലം തറ ഇല്ലല്ലദീന യസ്ഉമൂന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് വാദിക്കുന്ന ആളുകൾ കണ്ടില്ലേ, അവിടെ തോകൂത്തിലേക്ക് വിധി തേടി പോകുന്നു. മുനാഫിഖുകളുടെ വിഷയത്തായി തടഞ്ഞത് അവർക്ക് തർക്കമുണ്ടായി, മുനാഫിഖിനും മുസ്ലിമിനും ഇടയിൽ തർക്കമുണ്ടായി. അപ്പോൾ മുനാഫിഖും ജൂതനും ഇടയിൽ. അപ്പം ജൂതൻ പറഞ്ഞു നമുക്ക് മുഹമ്മദ് നബി അടുത്ത് പോയി കണ്ട് അവിടുന്ന് ഒരു തീരുമാനം ചോദിക്കാം, കാരണം ഓന് ബോധ്യമുണ്ട്, ഓനടുത്ത് സത്യമുണ്ട്, മുഹമ്മദ് നബി സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ എന്ന് അവന് ഉറപ്പാണ്. മുനാഫിഖിനറിയാം തൻ്റെ ഭാഗം ന്യായമല്ല. അപ്പം നബിയുടെ അടുത്ത് പോയാൽ എന്തായാലും എനിക്കല്ല കിട്ടുക, മറ്റവനെ കിട്ടുക. അപ്പം ഇവൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നേതാവുണ്ടല്ലോ കഅബ് ബിൻ അഷ്റഫ്, ഒരിടത്ത് പോകാറുണ്ട്, അത് നല്ലതാണ്. അവിടെ പോയിക്കാണ്ട് പറഞ്ഞ് തർക്കിച്ചാണ്ട് എങ്ങനെയെങ്കിലും ഒരു അനുകൂലമായി നേടാൻ പറ്റുമെന്നുള്ള തോന്നലാണ് അവിടെ അല്ലാഹ് ആയത്തിറക്കിയത്. മുഅ്മിനാണ് വാദിക്കുകയും ചെയ്യുന്നു, ത്വാഗൂത്തിലേക്ക് അവർ വിധി തേടി പോവുകയും ചെയ്യുന്നു, അതുകൊണ്ട് അവർ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അല്ലാഹ് യസ്ഉമൂന അലം തറ ഇല്ലല്ലദീന യസ്ഉമൂന, വാദിക്കുന്നവരെ കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് ഈമാൻ അല്ലാഹു അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് കേവല വാദമായിട്ടാണ് പഠിച്ച റബ്ബ് അവിടെ പറഞ്ഞത്. لأن قوله يزعمون، يزعمون എന്ന പദം മുതളമ്മിൻ ലിനഫ്ഇ ഈമാനിഹിം, അവർക്ക് ഈമാനില്ല എന്ന അർത്ഥമാണ് അതിവിടെ വന്നു ചേരുന്നത്. لأن هذه الكلمة تقال غالبا لمن يدعي دعوا هو فيها كاذب, വ്യാജമായ വാദമുന്നയിക്കുന്ന ആളുകൾക്കാണ് അറബി ഭാഷയിൽ പൊതുവെ സഅമ യസ്ഉമു എന്ന പദം ഉപയോഗിക്കുക. അവൻ വാദിക്കുന്നു, ഇല്ലാത്ത കാര്യം വാദിക്കുമ്പോഴാണ് സഅമ എന്ന് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ളത്. വലിഅന്ന തഹ്കീമൽ ഖവാനീനി തഹ്കീമുൽ ത്വാഗൂത്ത്, അത്തരം കാനൂനുകളെ ഹക്കീമായി സ്വീകരിക്കൽ ത്വാഗൂത്തിനെ ഹക്കീമായി സ്വീകരിക്കലാണ്. അർത്ഥമുണ്ട് സഈം, ഏറ്റെടുക്കുന്നവെന്ന അർത്ഥത്തിൽ നേതാവ്. അതെ, അത് നല്ലൊരു ചീത്തമൊക്കെ പറയാം. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആൾക്കാണ് പറയാം. വഅന ബിഹി സഈം ഉപയോഗിച്ച വാക്കാണ് സൂറത്ത് യൂസുഫിൽ. വല്ലാഹു ഖദ് അമറ ബിൽ കുഫ്രി ബിത്വാഗൂത്തി വജഅല അൽ കുഫ്ര ബിത്വാഗൂത്തി റുക്ന തൗഹീദ്, അല്ലാഹ് നമ്മോട് ആവശ്യപ്പെട്ടതാണ് ത്വാഗൂത്തിനെ അവിശ്വസിക്കണം, അത് തൗഹീദിന്റെ റുക്നാണെന്ന് പറഞ്ഞു. കാരണം ഫമൻ യക്ഫുർ ബിത്വാഗൂത്തി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അല്ലാഹു വിശ്വസിച്ചാൽ മാത്രം പോരാ, ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത്, അപ്പോൾ ത്വാഗൂത്തിൽ അവിശ്വസിക്കൽ തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഫമൻ ഹക്കമൽ ഖവാനീന ലം യകുൻ മുവഹിദ, അവിടെ അത്തരം കാനൂനുകളെ ഒരാൾ ഹാക്കിമായി സ്വീകരിക്കുന്നുവെങ്കിൽ ലം യകുൻ മുവഹിദ, അവൻ മുവഹിദാവുകയില്ല. ലിഅന്നഹു ഇത്തഖദ ലില്ലാഹി ശരീകൻ ഫി തശ്രീഇ വത്വാഅതി, അവൻ ശരീഅത്ത് നിയമ നിർമ്മാണത്തിലും ത്വാഅത്തിലും പടച്ച റബ്ബിനെ ശരീക്കിനെ സ്ഥാപിച്ചു. വലം യക്ഫുർ ബിത്വാഗൂത്ത്, ത്വാഗൂത്തിനെ അവൻ അവിശ്വസിച്ചിട്ടില്ല. അല്ലദീ ഉമിറ അൻ യുക്ഫറ ബിഹി വഅത്വഅ ശൈത്താൻ, ശൈത്താനെയാണ് അവൻ അനുസരിച്ചത്. കമാ ഖാല തആല വയുരീദു ശൈത്വാൻ അൻ യുദില്ലഹും ളലാലൻ ബഈദ എന്ന് പറയുകയും ചെയ്തു. വഖദ അഖ്ബറല്ലാഹു അനിൽ മുനാഫിഖീന, മുനാഫിഖുകളെ പറ്റി അല്ലാഹ് പറഞ്ഞു, അന്നഹും ഹീനമാ യദ്ദഊന ഇലമാ യുദ്ഔന ഇല തഹാകുമി ഇലാ ശറഇല്ലാ യഅബൗന വയഅ്രിദൂൻ എന്ന് പറഞ്ഞു. മുനാഫിഖീങ്ങൾ അന്നഹും ഹീനമാ യുദ്ഔന, അവർ ക്ഷണിക്കപ്പെട്ടാൽ ഇല തഹാകുമി ഇലാ ശറഇല്ലാ, അല്ലാഹുവിന്റെ ശരീഅത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ വിസമ്മതിക്കും. എന്നിട്ട് അവർ വയുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുകയും
ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞു. ഫഖാല സുബ്ഹാനഹു വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു ഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോകുന്നതായി കാണാം നബിയെ നിങ്ങൾക്ക് എന്ന് മുനാഫിഖുകളെ പറ്റി അല്ലാഹു തആല പറയുകയും ചെയ്തു. കമാ അഖ്ബറ അന്നഹും യറൂനൽ ഫസാദ സ്വലാഹൻ, അവർ ഫസാദിനെയാണ് സ്വലാഹായി കാണുന്നത്. ലിൻതികാസി ഫിത്രഹിം വഫസാദി ഖുലൂബിഹിം, മുനാഫിഖുകളുടെ ഖൽബ് ഫസാദായി പോയി, അവരെ ഫിത്രത്തിൽ തന്നെ നേരെ കോലം പറഞ്ഞു. ഇന്തികാസ് എന്നാൽ പിന്നെ അട്ടിമറിയാണ്, കീക്കാൻ തൂക്കാവാസിക്കുക, അതൊക്കെ അർത്ഥം. ഇന്തക്കസ നേരെ എന്താ പറയുക, ഉൾട്ട കറിയില്ലേ, അതെ അതാണ് ഈ വാക്ക്. മങ്കൂസ് എന്ന് പറയും, മങ്കൂസ് നേരെ ഉൾട്ടയാക്ക് മങ്കൂസ് എന്നറിയാം, തലതിരിഞ്ഞത്. അത് സ്വാദാണ്, മങ്കൂസ് സ്വാദാണ്, മങ്കൂസ് മൊഴിത് കാഫും സ്വാദമാണ്. ഷോർട്ട് മങ്കൂസ്, ഷോർട്ടാക്കപ്പെട്ടതാണ്. ആടന്മാർ പറഞ്ഞത് മങ്കൂസ് എന്നാണ്, അപ്പം അർത്ഥം ശരിയാവും ചെയ്യും. അവരുടെ ഫിത്രത്ത് തന്നെ നേരെ തിരിഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ ഫിത്രത്ത് എന്താണ്? അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നതാണ്. അതിന് മാറി അവർ കാപ്പട്ടം കാണിച്ചപ്പോൾ അവരുടെ കൽബ് ഫസാദായി, അവരുടെ ഫിത്രത്തിനെതിരായി ചെയ്തു. അതുകൊണ്ട് അവർ ഫസാദിനെ സ്വലാഹായി കാണും. അള്ളാഹ് പറഞ്ഞു വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഫസാദ് ഉണ്ടാക്കരുത് പറഞ്ഞാൽ ഓരോ ഞാൻ എന്താണ്, ഞങ്ങൾ സ്വലാഹിയത്ത് ഉണ്ടാക്കുകയാണ്, നന്മ ഉണ്ടാക്കുകയാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അറിയണം അവർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഫസാദ് ഉണ്ടാക്കുകയും അത് സ്വലാഹാണ് എന്ന് തോന്നുകയും ചെയ്യുന്നു. കാരണം എന്താണ്, ഒരു കൽബ് ഫസാദായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അവർക്ക് തലകുത്തനെയാണ് കാണുക. അതുകൊണ്ട് ഫസാദിനെ സ്വലാഹായിട്ട് അവർ കണക്കാക്കുന്നു. ഫത്തഹാക് മിനാ ഗൈരില്ലാ മിൻ അഅ്മാദിൽ മുനാഫിഖീൻ വഹുവ മിൻ അഅ്ളമിൽ ഫസാദി ഫിൽ അർളി. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരിലേക്ക് വിധി തേടി പോവുക എന്നത് മുനാഫിഖുകളുടെ പ്രവർത്തനമാണ്. അത് ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദുമാകുന്നു. ഭൂമി ശരിക്ക് സ്ഥാപിക്കേണ്ട സ്വലാഹിയത്ത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് പ്രകാരം നടപ്പാവാതെ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനിടയ്ക്കുന്ന പ്രകാരം വിധിക്കുക, അതാണ് അസ്വദി. അതിന് മാറുന്നതൊക്കെ തെറ്റായ വഴിയാണ്. ഖാദൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അലാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇലാ ഖീലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം പറയുന്നു, ഖാല അക്സറുൽ മുഫസ്സിരീൻ വലാ തുഫ്സിദൂ ഫീഹാ ബിൽ മആസി വദ്ദുആഇ ഇലാ ത്വഅത്തി ഗൈരില്ലാഹ് ബഅദ ഇസ്ലാഹില്ലാഹി ലഹാ ബിബഇസത്തി റസുലി വബയാനി ശരീഅത്തി വദ്ദുആഇ ഇലാ ത്വഅത്തില്ലാഹ് എന്നാണ് ഇതിനർത്ഥം. ലാ തുഫ്സിദൂ ഫിൽ അർളി എന്നല്ലോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. അതെന്താണ്? അള്ളാഹ് റസൂലിനെ പറഞ്ഞയച്ചു, അള്ളാഹ് ഖുർആൻ ഇറക്കി, എന്നിട്ട് അള്ളാഹിനെ വഴിപ്പെടണമെന്ന് ആ റസൂലുമാരിവിടെ ദഅവത്ത് നടത്തി. അത് ഇസ്ലാഹാണ്. ഇനി അത് നാശാക്കരുത് അർത്ഥം. നിങ്ങൾ അതിനെതിരായി പ്രവർത്തിക്കരുത്, നിങ്ങൾ അള്ളാഹുവില്ലാത്തവരേക്ക് വിളിക്കരുത്, ആ റസൂലിനെതിരെ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത് എന്നാണ് ആ ആയത്തിൻ്റെ ഉദ്ദേശം. ഫഇന്ന ഇബാദത ഗൈരില്ലാഹ്, അള്ളാഹുവില്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക എന്നത് വദ്ദഅവത ഇലാ ഗൈരിഹി വശ്ശിർക ബിഹി, റബ്ബല്ലാത്തവരിലേക്ക് ക്ഷണിക്കലും അത് അവരിൽ പങ്കു ചേർക്കലുമൊക്കെ ഹുവ അഅ്ളമു ഫസാദിൻ ഫിൽ അർളി, ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദ് ശിർക്കാണ്. ഭൂമി ഏറ്റവും വലിയ ഫസാദ് ശിർക്കാണ്. കാരണം ഭൂമി ഏറ്റവും വലിയ സ്വലാഹ് ഏതാ? തൗഹീദാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വലാഹ് തൗഹീദ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ശിർക്ക്. ഏറ്റവും വലിയ ക്രമം തൗഹീദാണ്, ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. ക്രമം തെറ്റിയാൽ അക്രമമായി. ഏറ്റവും വലിയ ക്രമം തൗഹീദാണ്, അത് ഏറ്റവും വലിയ അക്രമം ശിർക്കാവുന്നു. ബൽ ഫസാദുൽ അർളി ഫിൽ ഹഖീഖ ഇന്നമാ ഹുവ ബിശ്ശിർക്കി വമുഖാലഫത്തി അംരിഹി, ഭൂമിയിൽ ഏറ്റവും വലിയ ഫസാദ് ശിർക്കാണ് എന്നല്ല, ഭൂമി തന്നെയും ഫസാദാകല് ശിർക്ക് ഉണ്ടാകുന്നു. അല്ല എന്തിനാ ലാബറക്കിയതൊക്കെ ഇവിടെ ശിർക്കുണ്ടായപ്പോഴാണ്. കാറ്റിനയച്ചത്, വെള്ളത്തിനയച്ചത്, ഭൂമി അട്ടിമറിച്ചത്, ആകാശത്ത് ചരൽ മഴ പെയ്തത് എല്ലാം ശിർക്കിൻ്റെ പേരിലാണ്. അപ്പം ഭൂമി തന്നെയും ഫസാദാവാൻ കാരണം ശിർക്കാകുന്നു. ഫശ്ശിർക്കു വദ്ദഅവത ഇലാ ഗൈരില്ലാഹ്, അല്ലാഹുവില്ലാത്തതിലേക്കുള്ള ക്ഷണം ശിർക്ക്. വഇഖാമത്തു മഅ്ബൂദിൻ ഗൈരിഹി, റബ്ബല്ലാത്ത മഅ്ബൂദിനെ സ്ഥാപിക്കൽ. വമുതാഇൻ മുത്തബഇൻ ഗൈരി റസൂൽ, റസൂലല്ലാത്ത ഒരാളെ പിൻപറ്റുക എന്നുള്ളതൊക്കെ ഹുവ അഅ്ളമു ഫസാദിൻ ഫിൽ അർളി, ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദ് അതാണ്. വലാ സ്വലാഹ ലഹാ വലി അഹ്ലിഹാ ഇല്ലാ ബിഅൻ യകുന അല്ലാഹു വഹ്ദഹു ഹുവൽ മഅ്ബൂദുൽ മുതാഅ്, അവിടെ ഭൂമിയിലുള്ളവർക്ക് സ്വലാഹ് വേണോ, നന്മയുണ്ടാകണോ, അതിനുള്ള പരിഹാരം പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക.
റബ്ബിനെ മാത്രം വഴിപ്പെടുക, വദ്ദഅവതു ലഹു, ആ റബ്ബിലേക്ക് ക്ഷണിക്കുക, ലാ ലിഗൈരിഹി, റബ്ബല്ലാത്തവരോടല്ല, വത്വാഅതു വലിത്തിബാഉ ലിറസൂലി ലൈസ ഇല്ലാ, നബിയെ പിൻപറ്റുക, നബിയെ വഴിപ്പെടുക, അല്ലാത്ത മറ്റൊന്നുമല്ല. വഗൈറുഹു ഇന്നമാ തജിബു ത്വാഅതുഹു ഇദാ അമറ ബിത്വാഅത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാത്തവർ അനുസരിക്കാം എപ്പോൾ അവർ നബിക്ക് വഴിപ്പെടാൻ ആവശ്യപ്പെട്ടാൽ. അല്ലാഹ് പറഞ്ഞത് പ്രകാരം, നബി തങ്ങൾ പറഞ്ഞത് പ്രകാരം മാതാപിതാക്കൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാം, അതുപ്രകാരം നേതാക്കന്മാർ പറഞ്ഞാൽ അത് സ്വീകരിക്കാം, അതുപ്രകാരം ഭരണാധികാരികൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാം. അപ്പം നബിയാണ് അസ്ല്, അള്ളയാണ് അസ്ല്. ഫൈദാ അമറ ബിമഅസിയതിഹി വഖിലാഫ ശരീഅതിഹി ഫലാ സമഅ വലാ ത്വാഅ, നബിക്കെതിരാകുന്ന കാര്യത്തിൽ ഒരാൾ നമ്മോട് കൽപ്പിച്ചാൽ ആ കൽപ്പന സ്വീകരിക്കേണ്ടതില്ല. നബി തങ്ങൾ പറഞ്ഞു, ലാ മഅസിയത ലിഖാലിഖി ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയതി ലിഖാലിഖി, ഖാലിഖിനെതിരാകുന്ന കാര്യത്തിൽ ഒരു മഖ്ലൂഖിനെയും വഴിപ്പെടതില്ല. നിർബന്ധിതമായി വഴിപ്പെടേണ്ടി വന്നേക്കത് വേറെ കാര്യം, സ്വീകരിക്കേണ്ടി വന്നേക്കത് വേറെ കാര്യം. മനസ്സുകൊണ്ട് അത് യോജിക്കുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വഖദ് സമ്മല്ലാഹു കുല്ല ഹുക്മിൻ യുഖാലിഫു ഹുക്മഹു ബിഅന്നഹു ഹുക്മുൽ ജാഹിലിയ്യ, അല്ലാഹുവിന്റെ ഹുക്മിന് എതിരാകുന്ന എല്ലാ ഹുക്മിനും അല്ലാഹ് പേര് വെച്ചത് ഹുക്മുൽ ജാഹിലിയ്യ എന്നാണ്. അല്ലാഹ് പറഞ്ഞു, അഫ ഹുക്മുൽ ജാഹിലിയ്യത്തി യബ്ഗൂന വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മ ലിഖൗമിൻ യൂഖിനൂൻ, ജാഹിലിയ്യ ഹുക്മിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്, പടച്ച റബ്ബിനേക്കാൾ നല്ല ഹുക്ം പറയുന്നവൻ മറ്റാരുണ്ട്. അപ്പം റബ്ബിൻ്റെ ഹുക്മല്ലാത്ത ഹുക്മുകളൊക്കെ ജാഹിലിയ്യ ഹുക്മാണ്. അത് ജാഹിലിയ്യ ഹുക്മാണ് അംഗീകരിച്ചുകൊണ്ട് ഒരു പക്ഷെ ഒരാൾക്കായിരിക്കും ജീവിക്കേണ്ടി വന്നേക്കാം, അത് വകുപ്പ് വേറെയാണ്. ഒരു ഇസ്ലാമിക ഭരണാധികാരി പോലും അള്ളാഹുവിൻ്റെ ഹുക്മിനെതിരായി പറഞ്ഞാൽ അവിടെ നിയമം വേറെയാണ്. അത് വഴിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് പോലും ഭരണാധികാരിക്കെതിരെ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അതിന് മറ്റൊരു വശമാണ്. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു കസീർ പറയുന്നു, യുൻകിറു തആല അലാ മൻ ഖറജ അൻ ഹുക്മില്ലാഹി തആല അൽ മുസ്തമലി അലാ കുല്ലി ഖൈരിൻ, അള്ളാഹുവിൻ്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറും ഉൾക്കൊള്ളുന്ന ഹുക്മാണ്. അള്ളാഹുവിൻ്റെ ഹുക്മിൽ ഖൈറല്ലാത്തതില്ല, ഷർറായതില്ല. അന്നാഹി അൻ കുല്ലി ഷർരിൻ, എല്ലാ ഷർറിനും വിലക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഹുക്മ്. അതിൽ നിന്നൊരാൾ പുറത്തേക്ക് പോയാൽ, എന്നിട്ടോ വഅദല ഇലാ മാ സിവാഹു, അതല്ലാത്തതിലേക്ക് അയാൾ പോയി, മിന ആറാഇ വലഹ്വാഇ വലിസ്തിലാഹാത്തി അല്ലത്തി വദഅഹ അർരിജാൽ, ചില അഭിപ്രായങ്ങൾ, ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ, ചില നിയമങ്ങൾ, അതൊക്കെ ആളുകളുണ്ടാക്കിയതാണ്. അല്ലാഹ് ഉണ്ടാക്കിയ ഹുക്കം ഒഴിവാക്കിയിട്ട് മനുഷ്യനിർമ്മിത ഹുക്മിലേക്ക് ഒരാൾ പോയാൽ ബിലാ മുസ്തനദിൻ മിൻ ശരീഅത്തില്ലാ, അള്ളാഹിന്റെ ശരീഅത്തിൽ നിന്ന് ഒരു അവലംബവും ഇല്ലാതെയാണ് പോയത് എങ്കിൽ കമാ കാന അഹ്ലുൽ ജാഹിലിയ്യ യഹ്കുമൂന ബിഹി മിനൽ ജഹാലാത്തി വദ്ദലാലാത്ത്, ജാഹിലിയ്യ കാലത്ത് അങ്ങനെയായിരുന്നു. ഓർക്ക് എന്താ തോന്നാതെ വിധിക്കും, അതിനൊരു അസ്ലൊന്നും ഉണ്ടാവില്ല. ഒരു വിധി തേടി വരുമ്പോൾ അവിടുത്തെ ഹാക്കിമാരാണോ അയാൾക്ക് അപ്പം എന്താണോ തോന്നുന്നത് ആ ദലാലത്താണ് വിധിക്കും, ആ ജഹാലത്തങ്ങ് വിധിക്കും. വകമാ തഹ്കും ബിഹി തത്താറു മിന സിയാസിയാത്തിൽ മഅഖൂദ അൻ ജംഗിസ് ഖാൻ അല്ലദീ വദഅ ലഹും അൽ യാസിഖ്, താർത്താരികൾ വിധിക്കുന്നത് പോലെ, ഇബ്നു കസീർ പറഞ്ഞ അന്നത്തെ കാലത്തുള്ള വിഷയമാണ്. താർത്താരികൾ ചെങ്കിസ് ഖാൻ ഉണ്ടാക്കിയ നിയമം കൊണ്ട് വിധിക്കുന്നത് പോലെ യാസിഖ് എന്ന് പേരിട്ടുകൊള്ളു. ഇബാറത്തുൻ കിതാബി അഹ്കാമിൻ ഇഖ്തബസഹ മിൻ ശറാഇ ശത്ത മിൻ യഹൂദിയ്യത്തി വന്നസ്രാനിയ്യത്തി വൽ മില്ലത്തിൽ ഇസ്ലാമിയ്യ, ജംഗിസ് ഖാൻ ചെയ്തത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഇസ്ലാമിൽ നിന്നെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി. കുറച്ച് ഇസ്ലാം നിൽക്കുക, കുറച്ച് യഹൂദിയത്ത് നിൽക്കുക, നസ്രാനി നിൽക്കുക, അല്ലാത്ത നിൽക്കുക, എന്നിട്ട് ഇത് പ്രകാരമാണ് വിധിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നതുപോലെ വഫീഹാ കസീറു മിൻ അഹ്കാമി അഖദഹ അൻ മുജറദി നദ്രിഹി വഹവാഹു, മറ്റു പലതും സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതുമാണ്. ഫസ്വാലത്ത് ഫീ ബനീഹി ശർഅൻ യുഖദ്ദിമൂനഹാ, പിന്നീട് അവരുടെ പിന്മുറക്കാരിൽ അത് ശരീഅത്തായി മാറി. യുഖദ്ദിമൂനഹ, അവരതിനെ മുന്തിക്കുന്നു. അലൽ ഹുക്മി ബി കിതാബി വസുന്ന, അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സുന്നത്തിനേക്കാളും നല്ലത് ഇതാണ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പിന്നീട് അവർ എത്തി. ഫമൻ ഫഅല ദാലിക ഫഹുവ കാഫിർ, അങ്ങനത്തെ ചെയ്താൽ അവൻ കാഫിറാണ്. യജിബു ഖിതാലുഹു, അവനുമായി യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഹത്താ യർജ ഇലാ ഹുക്മില്ലാഹി വറസൂലിഹി, ഇതന്നെ അള്ളാഹുവിന്റെ ഹുക്മിനേക്കാളും ഇതിനെ മുന്തിച്ചു. അത് കാഫിർ മുശ്രിക് അങ്ങോട്ട് ഉപയോഗിക്കും. ഫലാ യഹ്കുമു ബിസിവാഹു ഫീ ഖലീലിൻ ഔ കസീർ, ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹിന്റെ ഹുക്മല്ലാത്ത ഹുക്മ്
വിധിക്കപ്പെടുകയില്ല. ഇൻതഹ കലാമുഹു. ഇബ്നു കസീർ വാക്കവിടെ അവസാനിച്ചു. വമിസ്ല ഖാനൂനി ദക്കറ തത്താർ വഹക ബികുഫ്രി മൻ ജഅലഹു ബദീലൻ മിന ശരീഅത്തിൽ ഇസ്ലാമിയ്യ. ഇനി അതേപോലെ അന്ന് ഇബ്നു കസീർ പറഞ്ഞ താർത്താരികൾ കൊണ്ടുവന്ന ആ ഹുക്മ് അത് സമാനമാണ് ഇന്ന് ചില ആളുകൾ കൊണ്ടുവരുന്നു. അൽ ഖവാനിൻ വദഇയ്യ അല്ലതി ജുഇലത് യൗമ ഫീ കസീർ മിന ദുവൽ. പല രാജ്യങ്ങളിലും ഇത് നടപ്പുള്ള നിയമങ്ങൾ. ഹിയ മസാദിർ അഹ്കാമി. അവിടെ അതാണ് ഹുക്മിൻ്റെ സോഴ്സുകൾ. വഉൽഖിയത് മിൻ അജ്ലിഹ ശരീഅത്തുൽ ഇസ്ലാമിയ്യ. അതിനുവേണ്ടി ഇസ്ലാമിക ശരീഅത്തെല്ലാം അവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ ഫീമാ യസുമ്മുനഹു ബിൽ അഹ്വാലി ശഖ്സിയ്യ. പേഴ്സണൽ അവസ്ഥകൾ, വ്യക്തിപരമായ അവസ്ഥകൾ എന്ന് പേരിട്ടുകൊണ്ട് ശരീഅത്ത് തന്നെ വേണ്ടെന്ന് വെക്കുന്ന നിയമങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. അതും ഇതിന് തുല്യമാകുന്നു. ഇത് ചെയ്തവൻ കുഫ്റാണ് എന്നത് ദലീൽ ആയാത്തുൻ കസീറ. ഖൗലുഹു തആല വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു ഇറക്കിയ പ്രകാരം വിധിക്കുന്നില്ലെങ്കിൽ അവർ തന്നെയാകുന്ന അവിശ്വാസികൾ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. എത്തപ്പനായത്ത് أفتؤمن ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ഇതൊക്കെ അതിന് തെളിവാണ്. وكما قلنا قريبا നാം തൊട്ട് ഉടനെ പറഞ്ഞല്ലോ أنه يجب تحكيم الشريعة عقيدة ودينا يدان الله به لا من أجل طلب العدالة فقط. ശരീഅത്ത് നിയമങ്ങൾ പരിപൂർണമായും വിശ്വാസവും മതനിയമങ്ങളും എല്ലാം അള്ളാഹിന്റെ ഹുക്കുമാണ് സ്വീകരിക്കേണ്ടത്. അത് കേവലം നീതിക്ക് വേണ്ടിയല്ല, നേരെമറിച്ച് അഖീദയുടെ ഭാഗമായിട്ടാണ് എന്ന് നാം നേരത്തെ പറഞ്ഞു. ഹാദാ വലാ ബുദ്ദ ലിൽ അബ്ദി മിൻ ഖബൂൽ ഹുക്മില്ലാ. ഒരു അടിമക്ക് ബാധ്യത അള്ളാഹിന്റെ ഹുക്മ സ്വീകരിക്കുകയാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രം എല്ലാ മനുഷ്യരും തൻ്റെ സട്ടാവിൻ്റെ നിയമത്തെ സ്വീകരിക്കാം. അതാണ് മുസ്ലിമുകൾ സ്വീകരിക്കുന്നു, അല്ലാത്തവർ സ്വീകരിക്കാതെ മാറിക്കുന്നു അർത്ഥം. സവാ അൻ കാന ലഹു അം അലൈഹി. അത് അവന് എതിരാണെങ്കിലും ശരി, അവന് അനുകൂലമാണെങ്കിലും ശരി. ഇസ്ലാമിൻ്റെ നിയമം തനിക്ക് അനുകൂലമാണ്, അപ്പം സ്വീകരിക്കാം. എതിരാണ് ഞാനില്ല, അത് പറ്റൂല. അല്ലാഹ് പറഞ്ഞോ റസൂല് പറഞ്ഞോ സമൈന വഅത്വൈന. ഏനാ അതെ വരുള്ളൂ, അല്ലാത്തത് വരില്ല. ഇസ്ലാമിക ചിലപ്പോൾ ഒന്നാമതായി വരുന്നത്. ഞാൻ അല്ലാത്തോടത്ത് അത് വേറെ വരും. قال تعالى فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم. وقال تعالى وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അള്ളാഹു റസൂൽ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചോയ്സ് ഇല്ല, വിശ്വാസിയാവട്ടെ വിശ്വാസിയാവട്ടെ. وقال تعالى فإن لم يستجيبوا لك. നിങ്ങൾക്ക് അവർ ഉത്തരമേകുന്നില്ലെങ്കിൽ فاعلم أنما يتبعون أهواءهم. അവർ പിൻപറ്റുന്നത് അവിടെ ഇച്ഛകളെയാകുന്നു. ഒമൻ അല്ലാഹു മിമ്മൻ ഇത്തബഅ ഹവാ ബിഗൈരി ഹുദൻ മിനല്ലാഹ്. പടച്ച റബ്ബ് നൽകിയ മാർഗദർശനപ്രകാരമല്ലാതെ സ്വന്തം ഹവയെ പിൻപറ്റുന്നവനേക്കാളും വഴിപിഴച്ച മറ്റാരാണുള്ളത്. ഒരു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകുന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ താല്പര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്നതായി വരണം, അപ്പോഴേ മുഅ്മിനാവുകയുള്ളൂ. നമ്മൾ ഇഷ്ടമേതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹ് കൽപ്പിച്ചത്, അതിനോട് നമ്മുടെ ഇഷ്ടങ്ങൾ യോജിച്ച് വരിക. അല്ല നമുക്ക് പറ്റിയെടുക്കുക, അല്ലാത്ത ഒഴിവാക്കുന്നതല്ല. നമ്മുടെ ഇഷ്ടം തന്നെ ഏതാണ്? അല്ലാഹ് പറഞ്ഞതാണ്, നബി പറഞ്ഞതാണ്. അപ്പോഴേ നിങ്ങൾ മുഅ്മിനാവുകയുള്ളൂ. ഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, ഇബ്നു റജബ് ഹംബലി പറഞ്ഞു, മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥം അന്നൽ ഇൻസാന ലാ യകൂനു മുഅ്മിനൻ കാമിലൽ ഈമാൻ അൽ വാജിബ്. നിർബന്ധമായ പരിപൂർണമായ ഈമാൻ ഉണ്ടാവുകയില്ല. ഹത്താ തകുന മഹബ്ബത്തുഹു താബിഅതൻ ലിമാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ സ്നേഹം നബിതങ്ങൾ കൊണ്ടുവന്നതിനോട് യോജിച്ചു വരണം. മിൻ അവാമിരി വന്നവാഹി വഗൈരിഹാ. കൽപ്പനകളാവട്ടെ വിലക്കുകളാവട്ടെ അല്ലാത്തതാവട്ടെ. ഫയുഹിബ്ബു മാ അമറ ബിഹി വയക്റഹു മാ നഹാ അൻഹു. നബിതങ്ങൾ കൽപ്പിച്ചത് അവന് ഇഷ്ടമാണ്, നബി വിരോധിച്ചത് അവന് വെറുപ്പാണ്. ആ ലെവലിലേക്ക് മാറണം എന്നാണ്. നബി കൽപ്പിച്ചതൊക്കെ ഒരു ഇഷ്ടമായി മാറുക, നബി വിരോധിച്ചതെല്ലാം അവന് വെറുക്കപ്പെട്ടതായി മാറുക. അതാണ് പരിപൂർണമായ ഈമാൻ. വഖദ് വറദൽ ഖുർആൻ ബിമിസ്ലി ഹാദൽ മഅന ഫീ ഗൈരി മൗദിഇൻ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിലും ഈ ആശയം വന്നു. വദമ്മ സുബ്ഹാനഹു മൻ കറഹ മാ അഹബ്ബഹുല്ലാഹ്.
അള്ളാഹ് ഇഷ്ടപ്പെട്ടതിനെ വെറുക്കുക അല്ലെങ്കിൽ അള്ളാഹ് വെറുത്തതിനെ ഇഷ്ടപ്പെടുക, അത് അല്ലാഹു തആല ആക്ഷേപിച്ചു. അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിനെ അവർ പിൻപറ്റുന്നു, അള്ളാഹ് ഇഷ്ടപ്പെട്ടതിനെ അവർ വെറുക്കുകയും ചെയ്യുന്നു, അതിനാൽ അവരുടെ അമലെല്ലാം ബാത്തിലായി പോയി എന്നുള്ള ഖുർആനിൽ പറഞ്ഞു. ഇലാ അൻ ഖാൽ വഖദ് വസഫ അൽ മുശ്രികീന ബിത്തിബാഇൽ ഹവ ഫീ മവാദിഅ മിൻ കിതാബിഹി. ഇബ്നു റജബ് പിന്നീട് പറയുന്നു, മുശ്രികീങ്ങൾ സ്വന്തമായ ഹവയെ പിൻപറ്റുന്നുവെന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞു. ഫഖാല തആല ഫഇൻ ലം യസ്തജീബു ലക ഫഇലം അന്നമാ യത്തബിഉന അഹ്വാഅഹും. നേരത്തെ പറഞ്ഞ ആയത്ത്, ഇവ നിങ്ങൾക്ക് വെറും ഉത്തരമേകുന്നില്ലെങ്കിൽ അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛകളെയാകുന്നു എന്നുള്ള പറഞ്ഞു. അതേപോലെ തന്നെ ബിദ്അത്തുകളും ഇന്നമാ തൻശഉ മിൻ തഖ്ദീമിൽ ഹവാ അല ശർഇ. ബിദ്അത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശരീഅത്തിനേക്കാളേറെ ഹവയെ മുന്തിക്കലാണ്. അല്ലാഹു റസൂലും പഠിപ്പിച്ചത് അപ്പുറത്ത് ഇതിനെ അപ്പുറത്ത് ഉണ്ടാക്കുക, അതാണ് ബിദ്അത്ത്. അതും ഇങ്ങനെ വരുന്നതാണ്. വലിഹാദാ സുമ്മി അഹ്ലുഹാ അഹ്ലുൽ അഹ്വാ. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ ആളുകൾക്ക് അഹ്ലുൽ അഹ്വാ എന്ന് പറയും, ഹവയുടെ ആളുകൾ. കാരണം അവരുടെ ഹവക്കൊപ്പിച്ചുണ്ടാക്കുവര് ഈ വിക്ർ നല്ലതാണ്, ഈ ദുആ നല്ലതാണ്, ഈ സ്വലാത്ത് നല്ലതാണ് നിങ്ങൾ തോന്നുവർക്ക് അപ്പോൾ ഉണ്ടാക്കുക. ശരീഅത്ത് നോക്കൂല, അത് ഉണ്ടാക്കാൻ അധികാരമൊക്കെ അവർക്ക് ഉണ്ട് അതിനർത്ഥം. അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കാനൊക്കെ ആ ശൈഖിന് അധികാരമുണ്ട്, ഇയാൾക്കൊരു അധികാരമുണ്ട്. അയാൾ പറഞ്ഞാൽ അത് സ്വലാത്താകും, ഇയാൾ പറഞ്ഞാൽ ദിക്റാകും, ഇയാൾ പറഞ്ഞാൽ അത് ദുആ ആകും, ഇയാൾ പറഞ്ഞാൽ ആ നോമ്പ് പറ്റും. കാരണം എന്താണ്? ഇയാൾക്ക് അതിന്മാത്രമുള്ള അധികാരമൊക്കെ ഉണ്ട്. അതും ഇതേ വിഷയം തന്നെയാണ്. അല്ലാഹുവിന്റെ ശരീഅത്തിനേക്കാളേറെ ഹവയെ മുന്തിക്കലാണ്. വകദാലിക ഹുബ്ബുൽ അശ്ഖാസ് അല്ല വകദാലിക മആസി, പാപങ്ങളും ഇന്നമാ തൻശു മിൻ തഖ്ദീമിൽ ഹവാ അലാ മഹബ്ബത്തില്ലാ വ മഹബ്ബത്തി മാ യുഹിബ്ബു. പാപം ചെയ്തപ്പോഴാണ് അല്ലാഹു സംഗതി പാടില്ല എന്ന് പറഞ്ഞു, നമുക്കറിയാൻ പാടില്ല എന്നറിയാം, എന്നിട്ടും ചെയ്യാണ്. അപ്പോൾ അവൻ്റെ ഇച്ഛയെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിനേക്കാളേറെ മുന്തിക്കുന്നു. വകദാലിക ഹുബ്ബുൽ അശ്ഖാസ് വൽ വാജിബ് ഫീഹി അയ്യകുന തബഅൻ ലിമാ ജാഅ ബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വ്യക്തികളെ സ്നേഹിക്കലും, വ്യക്തിയെ സ്നേഹിക്കാം എങ്ങനെ? അല്ലാഹു റസൂലും പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ. അതിനപ്പുറത്തേക്കുള്ള സ്നേഹിച്ചാലോ, അയാൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കാവുന്ന അവസ്ഥയ്ക്ക് സ്നേഹിച്ചാലോ അത് പറ്റില്ല. ഫയജിബ് അലൽ മുഅ്മിനി മഹബ്ബത്തുൽ മൻ യുഹിബ്ബുല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് ആരൊക്കെ സ്നേഹിച്ചോ ഓലെ നമ്മളും സ്നേഹിക്കണം. മിനൽ മലായികത്തി വറുസുലി വൽ അംബിയായി വസ്ദിഖീന വശുഹദായി വസ്സാലിഹീന ഉമൂമാ. അല്ലാഹ്ക്ക് ഇഷ്ടമാണ് മലക്കുകളെ, അപ്പം നമുക്ക് ഇഷ്ടമാകണം മലക്കുകളെ മൊത്തത്തിൽ പൊതുവായി, ഉമൂമൻ പൊതുവായി കൊണ്ട്. അല്ലാഹു തആല അംബിയാക്കളെ ഇഷ്ടപ്പെടുന്നു, അപ്പം നമുക്ക് അംബിയാക്കൾ ഇഷ്ടമാവണം. അല്ലാഹു തആല സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, നമുക്ക് സ്വാലിഹീങ്ങളെ സ്നേഹമാകണം. ഇതൊക്കെ ഇബ്നു റജബ് പറഞ്ഞതാണ്. ഇൻതഹാ കലാമുഹു റഹിമഹുല്ലാഹ്. ഇബ്നു റജബിൻ്റെ വാക്ക് അവിടെ അവസാനിച്ചു. ഹാദാ വഹുനാക അശ്യാഉൻ തുനാഫി അത്തൗഹീദ. ഇനി മറ്റൊരു ഭാഗം, തൗഹീദിന് എതിരായി വന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. വതഖ്തലി അർരിദ്ദത അൻ ദീനിൽ ഇസ്ലാം. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ നിമിത്തമായേക്കാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് സൂഉൽ ളന്നി ബില്ലാഹ്, അള്ളാഹിനെ പറ്റി തെറ്റായ വിചാരം വെച്ച് പുലർത്തുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. വമിൻഹ അൽ ഇസ്തിഹ്സാഉ ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹി അസ്സ വജല്ല, അള്ളാഹിന്റെ സ്മരണയുള്ള വല്ലതിനെയും പരിഹസിക്കുക. ഖുർആനെ പരിഹസിക്കുക, ഹദീസിനെ പരിഹസിക്കുക, റബ്ബിൻ്റെ നാമങ്ങളെ പരിഹസിക്കുക, അതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. വിശദീകരിക്കുക. ഒന്ന്, ഫസൂഉൽ ളന്നി ബില്ലാഹ് ഖതീർ, അള്ളാഹിനെ പറ്റി തെറ്റായ വിചാരം എന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ലിഅന്ന ഹുസ്നൽ ളന്നി ബില്ലാഹി മിൻ വാജിബാത്തി തൗഹീദ്, തൗഹീദിൻ്റെ നിർബന്ധ ബാധ്യതപ്പെട്ടതാണ് അള്ളാഹിനെ പറ്റി സൽവിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. വസൂഉൽ ളന്നി ബിഹി യുനാഫി തൗഹീദ്, തെറ്റായ വിചാരം ഉണ്ടാകലോ തൗഹീദിനെതിരാണ്. വഖദ് വസഫല്ലാഹുൽ മുനാഫിഖീന ബിഅന്നഹും ബിഹി ഗൈറൽ ഹഖ്. അല്ലാഹു തആല മുനാഫിഖുകളെ പറ്റി പറഞ്ഞു, അവർ അള്ളാഹിനെ പറ്റി ഹക്കല്ലാത്ത വിചാരം വെച്ച് പുലർത്തുന്നു. ഖാല തആല യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ളന്നൽ ജാഹിലിയ്യ, അള്ളാഹിനെ പറ്റി അവർ വിചാരിക്കുന്നു ഗൈറൽ ഹഖ്, ഹക്കല്ലാത്തത്. ളന്നൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ വിചാരങ്ങൾ. യഖൂലൂന ഹൽ ലനാ മിൻ അംരി മിൻ ഷൈഇൻ ഖുൽ ഇന്നൽ അംറ കുല്ലുഹു ലില്ലാഹ്, അവർ പറയും നമുക്ക് വല്ല അധികാരവുമുണ്ടോ എന്നാ പറഞ്ഞേക്ക് അധികാരമെല്ലാം അള്ളാഹുവിനാകുന്നു. ഒരിക്കൽ അള്ളാഹിനെ മനസ്സിലായിട്ടില്ല, അള്ളാഹിനെ പറ്റി ഒരിക്കൽ സൽവിചാരമില്ല, മോശപ്പെട്ട വിചാരമാണുള്ളത് എന്ന് മുനാഫിഖുകളെ പറ്റി പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു വഅഖ്ബറ അൻഹും ഫിൽ ആയത്തിൽ ഉഖ്റ, മറ്റൊരു ആയത്തിൽ പറഞ്ഞു അന്നഹും യദുന്നൂന ബിഹി ളന്ന സൗഇ,
മോശമായ വിചാരം വെച്ച് പുലർത്തുന്നു. ഫഖാൽ വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്തി അല്ലാഹുന്ന ബില്ലാഹി വന്നസൗ. അല്ലാഹുവിനെ പറ്റി തെറ്റായ വിചാരം വെച്ച് പുലർത്തുന്ന ആളുകൾ അവരെയും അല്ലാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതെന്താ ഉദ്ദേശം? ഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം പറയുന്നു, ഒന്നാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫുസ്സിറ ഹാദൽ ലന്നു ബിഅന്നഹു സുബ്ഹാനഹു ലാ യൻസുറു റസൂലഹു വഅന്ന അംറഹു സയൽമഹില്ലു. അല്ലാഹു തആല റസൂലിനെ സഹായിക്കുക വിശ്വസിക്കാം. മുനാഫിക്കുകൾ പറഞ്ഞല്ലോ, മദീനത്തെ കണ്ട് തിരിച്ചെന്നാൽ നമ്മൾ പല മൊത്തം അവിടുന്ന് പുറത്താക്കുന്നതാണ്, മുഅ്മിനീങ്ങളെ മൊത്തം പുറത്താക്കും. മദീനയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇസ്സത്തുള്ളവൻ ദില്ലത്തുള്ളവനെ പുറത്താക്കുന്നതാണ്. ഓരോ കണക്ക് ആടെ ദില്ലത്തുള്ളവന് നബിയും വിശ്വാസികളും, ഇസ്സത്തുള്ളവരോ ഒരു മുനാഫിക്കുകൾ. മദീനത്തെക്കാണ് പറ്റുന്നത് കാണിച്ചു കൊടുക്കാൻ വെക്കാറുണ്ട്. അപ്പം അള്ളാഹ് റസൂലിനെ സഹായിക്കുക എന്നാണ് ഒരു ധാരണ. അതിന് അള്ളാഹ് പറഞ്ഞതാണ് ലൊന്നു സൗന, ദുഷിച്ച വിചാരമാകുന്നു. കാരണം അള്ളാഹ് റസൂൽമാരെ സഹായിക്കുക എന്നുള്ള പതിവ്, അതിനെതിരായിട്ട് വിചാരിക്കുക. അതേപോലെ അന്ന അംറഹു സയൽമഹില്ലു, അള്ളാഹുവിൻ്റെ തീരുമാനം, നബിയുടെ കാര്യം, അതൊക്കെ ഇവിടെ ഇല്ലാതായി പോകും. ഇതൊന്നും അധികം ഉണ്ടാവില്ല. നബിയെ പറ്റി ഒരു വിചാരിച്ചു, കുറച്ചാളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതൊക്കെയാണ് അവസാനം, കുറ്റേറ്റില്ലാതായി പോകും. മുസ്ലിങ്ങളും വിചാരിച്ചു, മുനാഫിക്കുകളും പറഞ്ഞു. അത് ലൊന്നു സൗ ആണ്, മോശമായ വിചാരമാണ്. വഫുസ്സിറ, മറ്റൊരു വ്യാഖ്യാനം, ബിഅന്നമാ അസ്വാബഹു ലം യകുൻ ബിഖദ്രി ഹിക്മതിഹി, തനിക്ക് ബാധിക്കുന്നൊന്നും അള്ളാഹിന്റെ ഖദർ പ്രകാരമല്ല എന്ന് ചോദിക്കുക. അള്ളാഹ്ക്ക് അങ്ങനെ തീരുമാനമൊന്നുമില്ല, അള്ളാഹ് തീരുമാനിച്ചൊന്നുമല്ല എന്ന് വിചാരിക്കുക, അതും തെറ്റായ വിചാരമാണ്. വഫുസ്സിറ ബിഇൻകാരി ഹിക്മതി വഇൻകാരി ഖദ്രി വഇൻകാരി യതിമ്മ അംറ റസൂലിഹി, അള്ളാഹിന്റെ ഖദർ നിഷേധിക്കുക, അള്ളാഹിന്റെ ഹിക്മത്ത് നിഷേധിക്കുക, റസൂലിന്റെ കാര്യം പൂർത്തിയാവുകയില്ല എന്ന് വിശ്വസിക്കുക, അതൊക്കെ പെട്ടതാണ്. വഇൻ യുദ്ഹിറഹുല്ലാഹു അലൽ ദീനി കുല്ലിഹി, എല്ലാ ദീനെയും മറികടന്നുകൊണ്ട് ഇസ്ലാം വിജയിക്കുമെന്ന് പറഞ്ഞു, അതൊന്നും ഉണ്ടാവില്ല വിശ്വസിക്കുക, അതൊക്കെ തെറ്റായ വിചാരമാണ്. വഹാദാ ഹുവ ലന്നു സൗ അല്ലദീ ലന്ന മുനാഫിഖൂന വൽ മുശ്രികൂന ഫീ സൂറത്തുൽ ഫത്ഹി, സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞ മുശ്രിക്കീങ്ങൾ വിചാരിച്ച, മുനാഫിഖീങ്ങൾ വിചാരിച്ച ദുഷിച്ച വിചാരം അതൊക്കെയായിരുന്നു. ഓലൊക്കെ ധാരണതയുന്നു. മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളും കൂടില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ട് അവസാനിക്കും എന്നിട്ട് പറഞ്ഞു. അത് അല്ലാഹ് ആയത്തിറക്കിയത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, എന്നോട് വിദ്വേഷം വെക്കുന്നവൻ അവനാണ് അബ്തർ. ഒരു പറഞ്ഞിരുന്നു മുഹമ്മദ് അബ്തറാണ്. അബ്തർ പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ്. അബ്തർ പിൻഗാമികളില്ലാത്തവൻ, ഏറ്റെടുക്കാൻ ആൺമക്കൾ പോലില്ല. അതുകൊണ്ട് കുറച്ച് കാലൊക്കെ നടക്കും, അത് മൂപ്പര കാലം കഴിഞ്ഞാൽ അതാണ് അവസാനിക്കും. അപ്പം അല്ലാഹ് പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, എന്നോട് വിദ്വേഷം വെക്കുന്നവനാരോ അവനാണ് അബ്തർ. അതവനുണ്ടായത്. ലോകത്ത് ഇന്ന് ഞാൻ അബൂജഹലിൻ്റെ ആളാകുന്ന അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. ഒറ്റ അബൂജഹൽ ആൺകുട്ടികളുണ്ടായിരുന്നു, ആ ആൺകുട്ടി പോലും പിന്നെ നബിനൊപ്പം കൂടി. ഇക്രിമ പോലും പാപ്പാനെ ഒഴിവാക്കിയിട്ട് നബിനൊപ്പം കൂടെ ചെയ്തത്. ലോകത്ത് ഒരാൾ പോലും ഞാൻ അബൂജഹലിൻ്റെ ആളാകുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു മനുഷ്യൻ പോലും ലോകത്തില്ല. നാം മുഹമ്മദ് നബിൻ്റെ ആളാണെന്ന് പറയാനോ കോടാനുകോടി മനുഷ്യന്മാർ എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉണ്ടാകുന്നു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അതുണ്ടായത്. ആ വിചാരം ലൊന്നു സൗ ആണ്. ഇസ്ലാമൊക്കെ പൊളിയും, അതൊന്നും ഇപ്പം നിലക്കൂല, അതൊക്കെ പണി കഴിയും എന്നൊന്നും വിചാരിക്കണ്ട, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും സംഭവിക്കൂല, അങ്ങനെ വിചാരിക്കാൻ തന്നെ പാടില്ല. പടച്ച റബ്ബിൽ തീരുമാനം അവിടെ പറയാൻ പറ്റില്ല. അല്ല സ്വീകരിക്കുക, അല്ല പുറത്തു കൊടുക്കുക, അതൊന്നും പറ്റില്ലല്ലോ. ഹദീസ് കാണാം, ഒരാളോട് പറഞ്ഞു അല്ല എനിക്ക് പുറത്തു തരൂലാന്ന്. പഠിച്ചോൻ പറഞ്ഞു അവനെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമ്മനെ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു, നീ ആരാ എൻ്റെ അധികാരത്തിൽ ഇടപെടാൻ മാത്രം എന്നാണ്. അത് പറയാൻ പറ്റൂല. അല്ല പുറത്തു കൊടുക്കൂല, അല്ല ഞങ്ങൾക്ക് റഹ്മത്ത് കൊടുക്കൂല, അതൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ റബ്ബിന് ഇഷ്ടമാണ്. അതൊക്കെ അള്ളാഹിനെ പറ്റുള്ള തെറ്റായ വിചാരം. അള്ളാഹ് സഹായിക്കൂല, ദുആ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹ് ഉത്തരം ചെയ്യൂല, ഞാൻ ഇപ്പം എത്ര ദുആയിരുന്നു പഠിച്ചോൻ തരൂല, അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ലന്നു സൗ, തെറ്റായ വിചാരങ്ങളാണ്. മുനാഫിക്കുകളുടെ വിചാരം ഇതൊക്കെ, മുശ്രിക്കിന്റെ വിചാരമായിരുന്നു. അതൊന്നും പറ്റൂല. എല്ലാം എവിടെയാണെങ്കിലും അങ്ങനെ ഇല്ലല്ലോ. ഖൈറു ഷറല്ലാഹു ഷറല്ലാഹുക്ക് ചേർക്കാൻ പാടില്ല. അങ്ങനത്തെ അങ്ങനെയില്ല, അത് സുന്നിമർസിലേ ഉണ്ടാവുള്ളൂ. ഖൈരിഹി വശരിഹിമി അല്ലാഹി തആല എന്നുള്ള അവിടെയുള്ളൂ, ഹദീസിലൂടെ ഉണ്ടാവില്ല. അള്ളാഹുലേക്ക് ഷെറ് ചേർക്കാൻ പാടില്ല. നബി ഞങ്ങൾ പറഞ്ഞു വശറു ലൈസ ഇലൈക, ഷെറ് റബ്ബിനിലേക്കില്ല. അല്ലാഹ് നിശ്ചയിച്ച ഖൈറാണ്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ,
എല്ലാം നല്ലതാണ്. നമുക്ക് ആപേക്ഷികമായി ഷെറായി മാറുന്നേ ഉള്ളൂ. അല്ലാതെ അള്ളാഹ് ഷെർ അവിടെ തീരുമാനിച്ചിട്ടില്ല. ഷെർ അള്ളാഹിൻ്റെ ഖദർ പ്രകാരം പറയാം, അല്ലാതെ അള്ളാഹ് ഷെർ തരൂല. അള്ളാഹ് അവിടെ ഖൈറാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ വാചകമില്ല. ഖൈറുൻ ഷെർ അള്ളാഹു എന്ന വാചകമില്ല, ഹദീസിൽ വന്നിട്ടില്ല. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിൻ അല്ലാഹി തആല എന്നില്ല. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി എന്നേ ഉള്ളൂ. വൽ ഖദ്ർ ഖദ്രിൽ വിശ്വസിക്കണം, ഖൈരിഹി വശർരിഹി ഖൈറായതും ഷെറായതും ഒക്കെ വിശ്വസിക്കണം. അല്ലാതെ ഷെർ അല്ലാഹുവിൽ നിന്നാകുന്നെന്ന് പറയാൻ പാടില്ല. ഷെർ അല്ലാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. വൽ ഖൈറു കുല്ലുഹു ബിയദൈക വശർറു ലൈസ ഇലൈക. ഖൈറെല്ലാം നിന്റെ പക്കലാണ്, ഷെർ നിന്നിലേക്കല്ല. അല്ലാഹു തആല ഷെർ ചെയ്യുന്നില്ല. അള്ളാഹു നിശ്ചയിച്ചതെല്ലാം ഖൈറാണ്, എല്ലാം ഹിക്മത്തിലാണ്. അള്ളാഹിൻ്റെ എല്ലാ ഖദറും ഒരു ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിക്ക് ആപേക്ഷികമായി ചിലപ്പോൾ ഷെറായി മാറും, അത് അയാൾക്ക് മാത്രമാണ്. അതേ കാര്യം വേറൊരാൾക്ക് വരുമ്പോൾ ഖൈറായിരിക്കും. അപ്പം അള്ളാഹ് ഷെർ ഉണ്ടാക്കുന്നില്ല, അള്ളാഹ് ഉണ്ടാക്കുന്നതെല്ലാം ഖൈറാണ്. ആ ഖൈറിന് അള്ളാഹു തആലക്ക് ഹിക്മത്തുണ്ട്. അപ്പം നമുക്ക് ഷെർ ബാധിച്ചു, അത് ഖദറിൻ്റെ ഭാഗമാണ്, അത് ഖദറിൻ്റെ ഭാഗമാണ്. പക്ഷെ അള്ളാഹ് നമുക്ക് ഷെർ എന്നതല്ല. അള്ളാഹു അതിനും നിശ്ചയിച്ചത് ഒരു ഖൈർ തന്നെയാണ്. നമുക്ക് പക്ഷേ ഇപ്പം ആപേക്ഷികമായി അത് ഷെറായി മാറും. അസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ കാര്യം ഇഷ്ടപ്പെടും, നിങ്ങൾക്കത് ഷെറായിരിക്കും. നിങ്ങളൊരു കാര്യം വെറുക്കും, നിങ്ങൾക്കത് ഖൈറായിരിക്കും. അള്ളാഹ്ക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയുകയില്ല. അപ്പം എല്ലാം അള്ളാഹിൻ്റെ ഖദറിൻ്റെ ഭാഗമാണ്. ആ ഖദറെല്ലാം ഹിക്മത്തിൻ്റെ ഭാഗമാണ് താനും. അള്ളാഹ് വെറുതെ വിധിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ ഒരു ഖദറും ഹിക്മത്തില്ലാതെ ഇല്ല. അള്ളാഹിൻ്റെ എല്ലാ ഖദറിനും ഉള്ളിൽ ഒരു തത്വമുണ്ട്. അതിന് അള്ളാഹു തആലക്ക് ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് പ്രകാരമേ അള്ളാഹ് ഇവിടെ കണക്കാക്കിയുള്ളൂ. അത് അള്ളാഹ് വെറുതെ കണക്കാക്കി പറയാൻ പറ്റില്ല. ഒരു ഹിക്മത്തും ഇല്ലാതെ പഠിച്ചോൻ വെറുതെ തീരുമാനിച്ചതാണ്, ഉണ്ടാവില്ല. അത് നമ്മൾ തീരുമാനിക്കും, അങ്ങനെ പലപ്പോഴും തീരുമാനിക്കും ഒരു ഹിക്മത്തും ഇല്ലാതെ. ചിലപ്പോൾ പോയത്തം പറ്റുമോ ഒക്കെ അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അള്ളാഹു എന്ത് തീരുമാനം എടുത്താലും അതെല്ലാം ഹിക്മത്തിൻ ബാലിഗ, ഒരു ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഹിക്മത്ത് റബ്ബയുടെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ് തീരുമാനിച്ചതും. അത് വ്യക്തിക്കോ ഒരു തലമുറക്കോ ഒരു സമൂഹത്തോ ഒരു നാടിനോ ചിലപ്പോൾ താൽക്കാലികമായി അത് ഷെറായി അനുഭവപ്പെടും. അത് ആപേക്ഷികമാണ്. അതിനും ഒരു ഖൈറുണ്ട്. ഇപ്പം അത് ഷെറാണെങ്കിലും റബ്ബ് നിശ്ചയിച്ചതിൽ വേറെ കുറേ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിശ്ചയിച്ചത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി ഷെർ പറയില്ല. ഷെർ പഠിച്ചോൻ തന്നു എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് തന്നൊക്കെ ഖൈറാണ്. നമുക്കത് ചിലപ്പോൾ ഷെറായി മാറിയേക്കാം. ആ ഷെറിനും എന്തുണ്ട്? അള്ളാഹിൻ്റെ ഉദ്ദേശം ഒരു ഖൈറാകുന്നു. ഇപ്പം അസുഖം വന്നു, അസുഖം വന്നത് നമുക്ക് എടുക്കാറാണ്. ആ അസുഖം കൊണ്ട് വേറെ കുറേ ഖൈറുണ്ട്. അവൻ്റെ ദോഷം പൊറുക്കുന്നു, അവന് സ്ഥാനം കൂടുന്നു, അതേപോലെ ഒരുപാട് ആൾ ദുആ കിട്ടുന്നു. ഇങ്ങനെ തുടങ്ങി എപ്പോഴും സ്വർഗത്ത് പോകാൻ വരെ അത് മതിയാകും. നമുക്ക് ആ അസുഖം പ്രയാസമായി തോന്നുന്നു. പരലോകത്തെത്തുമ്പോഴോ ഈ അസുഖം കൊണ്ടാണ് ചിലപ്പോൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴവനാവും അല്ലെന്തല്ല കുറച്ചുകൂടി കാലം സുഖജാലം കിട്ടാൻ മതിയായിരുന്നു എന്ന് അപ്പം തോന്നും. അത് നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് ഒരാളെ സ്വർഗത്തിൽ എത്തിക്കാൻ ഉദ്ദേശിക്കും, പക്ഷെ അമല് കൊണ്ട് അവൻ സ്വർഗാവകാശിയാവാൻ ഒരു യോഗ്യതയുമില്ല. അപ്പം റബ്ബ് അവൻ്റെ സമ്പത്തിലോ ശരീരത്തിലോ സന്താനങ്ങളിലോ റബ്ബ് അവന് പരീക്ഷണം നൽകും. ഏത് അവിടെ അതും അതിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ ക്ഷമയാണത്. ആ ക്ഷമയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് അങ്ങേയറ്റം പോയവർ മുസീബത്തും അൽഹംദുലില്ലാഹ് പറഞ്ഞവരാണ്. അങ്ങേയറ്റം കാമിലായവർ എന്ത് മുസീബത്ത് വരുമ്പോഴും അൽഹംദുലില്ലാഹ്, കാരണം അതിലും ഒരു ഖൈറിനെ കാണുന്നു. നമ്മൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൂ, അത് നമ്മളെ കുറവാണ്. അതുകൊണ്ട് അല്ലാഹ് ഷെർ തരൂല. അത് നബിയുടെ പ്രാർത്ഥന, വൽ ഖൈറു കുല്ലുഹു ബിയദിക്, ഖൈർ മുഴുവൻ നിന്റെ കയ്യിലാണ് റബ്ബേ, വശർറു ലൈസ ഇലൈക്, ഷെർ നിന്നിലേക്കല്ല. നബിയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി ഷെർ, അല്ലാഹ് ഷെർ തന്നു, അല്ലാഹ് ഷെർ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാത്തിനും അല്ലാഹു അഹ്സന നന്നാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാം അല്ലാഹു നമുക്ക് വേണ്ടി പഠിച്ചതാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയെ മുഴുവൻ നമുക്ക് വേണ്ടി പഠിച്ചതാണ്. ആപേക്ഷികമായി ഉപയോഗിക്കുന്നിടത്ത് ചിലപ്പോൾ ചില ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഒന്ന് ഖൈറായി മാറും, മറ്റൊരു ഷെറായി മാറും. അതിലും ഉണ്ടാകും അവന് ഖൈറുകൾ. അപ്പോൾ ഷെർ അള്ളാഹുവിലേക്ക് ചേർത്തി പറയില്ല. നമ്മൾ ഈമാൻ കാര്യം പോയി ആറാമത്തേക്ക് എത്തത്. ഇപ്പം ഈമാൻ ബില്ലാണല്ലോ. അതൊക്കെ പറയാം. ഇവിടെ ഈമാൻ ബില്ലയാണ്. ഇനി ഈമാൻ ബിൽ ഖദർ വരും ഇതിന് ഏറ്റവും അവസാനത്തിൽ. ഖദർ ശരിക്കും പഠിക്കാൻ, ഖദർ പഠിച്ചില്ലെങ്കിൽ പലപ്പോഴും തെറ്റിപ്പോവും. ഖദറിൽ ലോകത്തേറ്റവും മികച്ച കിതാബ് എഴുതിയാണ് ഇബ്നു ഖയ്യിമാണ്. അതിന് മുമ്പും അതിന് ശേഷവും അങ്ങനത്തെ ഗ്രന്ഥം ഇന്നേ വരെ ലോകത്ത് എഴുതപ്പെട്ടില്ല എന്നാണ്. ഷിഫാ ഉൽ അലീൽ എന്ന ഗ്രന്ഥം. ഷിഫാ ഉൽ അലീൽ, ലോകത്തിലുള്ള ശമനം എന്നാണ്.
ഖദർ വിഷയത്തിൽ എന്ത് സംശയമുണ്ടോ എല്ലാം തീരാൻ ആ കിതാബ് മതിയാണ്. ലോകത്ത് മൊത്തം അംഗീകരിക്കപ്പെട്ട കിതാബാണ്. അതുപോലെ കിതാബ് അതിന് മുമ്പും എഴുതപ്പെട്ടിട്ടില്ല, അതിന് ശേഷവും എഴുതപ്പെട്ടിട്ടില്ല. ഷിഫാ ഉൽ അലീൽ. ഇംഗ്ലീഷ് ഉണ്ടാവാം, അറിയില്ല, സാധ്യതയുണ്ട്. മലയാളമല്ലാത്ത മലയാളത്തിൽ വായിച്ചാലും വളരെ അപൂർവമായിരിക്കും. അലീൽ, ഇല്ലത്ത്, അലീൽ രോഗി, മരീദ് എന്നർത്ഥം. പറ്റും. ജാമ്യത്തിനെ വായിച്ചൊരു കുറവാണ്. വലിയ കിതാബൊന്നുമില്ല, ഒറ്റ വായുള്ളൂ. ഏതാണ്ട് ഒരു 200 പേജൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അളവ് ചെറുതാണെങ്കിലും അതിൻ്റെ ആഴം ഭയങ്കരമാണ്. പിന്നെ ഖാല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അതല്ലേ ഇവിടെ പേജ് മാറിപ്പോയി. യെസ്, അതെ, വിമാകസപത്തെ ഇതിൻ്റെ വിശദീകരണമാണത്. എന്ത് വന്നാലും അവരുടെ ചെയ്തികളെ ഫലമായിട്ടാകുന്നു എന്ന് പറഞ്ഞതിനെ. അപ്പൊ അള്ളാഹിനെ പറ്റിയുള്ള സൂഉൽ ഖതീർ, അത് വലിയ അപകടം പിടിച്ചതാകുന്നു. അതാണ് മുനാഫിഖുകളുടെ വാദം എന്നാണ് പറഞ്ഞത്. ഈ ഖാല ഇമാം ഇബ്നു ഖയ്യിം ഫി തഫ്സീർ വായിച്ചു നമ്മൾ. ഇതൊന്നാണ് അതവിടെ പറഞ്ഞത്. ഇനി അത് അള്ളാഹിനോട് യോജിക്കാത്ത വിചാരമാകുന്നത്. അള്ളാഹ് റസൂലുള്ളാഹിയെ സഹായിക്കൂല, അള്ളാഹിൻ്റെ ഖദർ അനുസരിച്ചല്ല, അല്ലെങ്കിൽ ഖദറിൽ ഹിക്മത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് റബ്ബിനോട് നമുക്ക് ഉണ്ടാകാൻ പറ്റാത്ത തോന്നൽ. അള്ളാഹ് കാര്യം ചെയ്തു, ഖദർ അനുസരിച്ചാണ്, പക്ഷേ അതിനൊരു ഹിക്മത്തില്ല, കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയായിരുന്നു എന്ന് തോന്നിയാലോ? അപ്പം അള്ളാഹ്ക്ക് അത്ര വലിയൊരു ഹിക്മത്തില്ല, അള്ളാഹ് ഹക്കീമല്ല എന്നതിനർത്ഥം. അള്ളാഹിൻ്റെ നാമങ്ങളെ നിഷേധിക്കൽ, സിഫത്തെ നിഷേധിക്കൽ അവിടെ വരും. അപ്പം അള്ളാഹിനേക്കാളും സംഗതി മനസ്സിലായി എനിക്കാണെന്നാണ് അതിൻ്റെ മറുവശം. അത് തെറ്റായ വിചാരമാകുന്നു. അത് പലർക്കുള്ളതാണ്. പല വിഷയം വരുമ്പോൾ എന്തേ ഇപ്പം അള്ളാഹ് അങ്ങനെ ചെയ്തു, അത് ഇങ്ങനെയാണ് നന്നായിരുന്നല്ലോ പറയും. അപ്പം ഇവർ തിന്നെ അത്രയും കൂടി അള്ളാഹ് തിന്നിട്ടില്ലാന്ന അർത്ഥം. അത് അള്ളാഹിനെ പറ്റിയുള്ള തെറ്റായ വിചാരമാണ്. എല്ലാം അള്ളാഹിൻ്റെ ഖദർ പ്രകാരം, എല്ലാ ഖദറും ഒരു ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലും, അല്ലാത്ത ഖദറില്ല. നമ്മളെ ഖദറുണ്ടാവും ഹിക്മത്തില്ലാതെ. നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും, ഒരു ഹിക്മത്തും ഇല്ലാതെ ചിലപ്പോൾ തീരുമാനിക്കും. ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചു, പിന്നെയാണ് എന്തിനിപ്പോൾ വാങ്ങുക, അത് ഞാൻ അപ്പന് പോയി കണ്ടപ്പോൾ വാങ്ങി, ഒരു പോയത്തം പറ്റിപ്പോയി എന്ന് പറയും. പെരീകൾ പെണ്ണുങ്ങൾ പറയുക, നിങ്ങൾ എന്ത് മനസ്സിലാ, ഇത് നിങ്ങളെ പറയാനും വാങ്ങുക. അപ്പോഴാണ് ആരെയൊക്കെ പഠിച്ചോളെ, ഇതിപ്പം ഞാൻ പെട്ടല്ലോ. നമുക്കത്ര നമ്മൾ കണക്കാക്കി വാങ്ങിയതിനാണ്, കണക്കാക്കി പൈസ നോക്കിയൊക്കെ വാങ്ങിയതിനാണ്. പക്ഷേ ഒരു ഹിക്മത്തില്ലാതെ പോയി. അത് മനുഷ്യന്മാർക്കുണ്ടെങ്കിൽ മനുഷ്യന് നാക്കിസാണ്, പോരായ്മയുള്ളവരാണ്. അള്ളതല്ലല്ലോ. അള്ള എന്ത് ചെയ്താലും ഖദറടിസ്ഥാനത്തിൽ, അള്ളാഹിൻ്റെ എല്ലാ ഖദറും ഹിക്മത്തടിസ്ഥാനത്തിൽ, അല്ലാതെ ഒന്നുമില്ല. വെറുതെ കേവലം മശിയത്ത്, മുജറദു മശിയ, ഹിക്മത്തില്ലാത്ത കേവലം മശിയത്ത് അത് അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ മശിയത്തെല്ലാം ഒരു ഹിക്മത്തടിസ്ഥാനത്തിലാണ്. അള്ളാഹിൻ്റെ തഖ്ദീറെല്ലാം ഒരു ഹിക്മത്തടിസ്ഥാനത്തിലാണ്. ഇവർ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അള്ളാഹിൻ്റെ ഖദറില്ലാതെ ഒന്നും നടക്കുന്നില്ല. എല്ലാം എഴുതപ്പെട്ടതാണ്, എല്ലാം അറിയുന്നതാണ്. യാദൃശ്ചികമൊന്നുമില്ല. അത് യാദൃശ്ചികം ഉണ്ടാവില്ല, അതൊക്കെ നമുക്കുണ്ടാവുള്ളൂ. നമുക്കതൊക്കെ ഉള്ളൂ. കാരണം യാദൃശ്ചികം ഉണ്ടായാൽ എപ്പോഴാണ്? അലീമല്ല നിൽക്കുമ്പോൾ. ഭാവി ഭൂത വർത്തമാനം ഒരുപോലെ അറിയുന്നവന് പിന്നെ യാദൃശ്ചികത ഉണ്ടോ? നമുക്കത് യാദൃശ്ചികത. ബ്രേക്ക് ഔട്ടാൻ മാറുന്നു, വണ്ടി പോയി ഇടിച്ചു, അത് യാദൃശ്ചികമാണ്. അറിഞ്ഞതും സൃഷ്ടിച്ചതും സംവിധാനിച്ചതും എല്ലാം അവനാണ്. അപ്പം അവൻ്റെ തഖ്ദീറില്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല. അള്ളാഹ് പറഞ്ഞില്ലേ, ഒരു ഇല വീഴുന്നുവെങ്കിൽ ഇല്ല ഹുയായിലമുഹു, അള്ളാഹ് അറിയാതെ പോകുന്നില്ല. ഒരു മരത്തുനിന്ന് ഇല വീഴുകയാണെങ്കിൽ അള്ളാഹ് അറിയുന്നുണ്ട്. കാരണം ആ ഇല പഠിച്ച അള്ളയാണ്, ആ മരം പഠിച്ച അള്ളയാണ്, അത് ഉണക്കിയത് അള്ളയാണ്, അത് വീഴാവശ്യമായ കാറ്റ് സംഭവിച്ച അള്ളയാണ്, അത് നിലത്തേക്ക് വീഴ്ത്തിയതും അള്ളയാണ്. അപ്പം യാദൃച്ഛികത എന്ന അള്ളാഹിൻ്റെ പ്രവർത്തിയിലില്ല. അത് അള്ളാഹിൻ്റെ അസ്മാ സിഫാത്ത് പഠിച്ചാൽ കിട്ടുന്ന വല്ലാത്തൊരു സംതൃപ്തിയാണത്.
അള്ളാഹുടെ നാമങ്ങളെ പഠിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുടെ നാമങ്ങൾ കൃത്യപ്പെടുത്തിയ സ്വർഗത്ത് പോകുന്നത്. അള്ളാഹുടെ നാമങ്ങൾ കൃത്യപ്പെടുത്തിയവൻ സ്വർഗത്ത് പോയി. എന്താ അത് വെറുതെ കാണാപ്പാടം പഠിക്കുന്നതല്ല. അള്ളാഹുടെ നാമങ്ങളെ പഠിച്ചാൽ ഓന് വല്ലാത്തൊരു തുറവി, വല്ലാത്തൊരു സംതൃപ്തി, വല്ലാത്തൊരു സഅദത്ത് അവനുണ്ടാകും. അല്ലെങ്കിൽ എന്താ എന്തേലും വരുമ്പോഴേക്കൊക്കെ അള്ളാഹിനെ പറ്റി സൂഉൽ തന്നെ വരുന്ന. അതവിടെ പറഞ്ഞത് അത് മുനാഫിക്കിന്റെ സ്വഭാവമായിരുന്നു. മുനാഫിക്ക് ഓൻ്റെ കാര്യത്തിലും സൂഉൽ തന്നെ വെച്ചു, അള്ളാഹിനെ പറ്റി. നബിനെ കുറിച്ചും വെച്ചു. നബിനൊന്നും അള്ളാഹ് സഹായിക്കൂല, മുഅ്മിനീങ്ങൾക്കൊന്നും ഇവിടെ വലിയ വിജയം കിട്ടൂല, ഇതൊക്കെയാണ് കഴിഞ്ഞു പോകും, ഞങ്ങൾ ഇവിടെ എല്ലാത്തിനും മേൽക്കോയ്മ നേടും എന്നൊക്കെ വിചാരിച്ചു. അതൊന്നും അള്ളാഹിനോട് യോജിക്കുന്ന വിചാരമല്ല. അള്ളാഹിനോട് യോജിക്കുന്നതൊന്നല്ലതൊന്നും. അവൻ്റെ സത്യസന്ധമായ വാഗ്ദാനങ്ങൾ, അവൻ്റെ ഹിക്മത്ത്, അവൻ്റെ ഹംദ്, അതിനോടൊന്നും യോജിക്കുകയേ ഇല്ല ഇത്തരം വിചാരങ്ങൾ. അള്ളാഹ് വാഗ്ദാനം ചെയ്താൽ ഓൻ പാലിക്കും. എന്നാൽ നമ്മളത് ഉണ്ടാവില്ല വിചാരിച്ചാലോ? അള്ളാഹ് വാഗ്ദാനം ചെയ്തു, ഞാൻ എൻ്റെ റസൂലുമാരെ സഹായിക്കും, മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട്, ദീൻ ഇവിടെ പൂർത്തിയാകും. അള്ളാഹ് പറഞ്ഞാണ്. നമ്മൾ പറയാം ഈ പോക്കിനിട്ട് ഇപ്പോൾ ഇസ്ലാമൊക്കെ ഇല്ലാതായി പോകും, ഇതൊക്കെ പൊളിയും, ആകെ മൊത്തത്തിൽ പിടുത്തം വിട്ടേക്കണ്, SIR കൂടെ വന്നപ്പോൾ നീ കഴിഞ്ഞു. ഒന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആ വക ഒരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോണില്ല. അങ്ങനെ വിചാരിച്ചാൽ അള്ളാഹ് പറഞ്ഞ വാഗ്ദാനം നടക്കൂല എന്നൊരു വിചാരം. അള്ളാഹ് പറഞ്ഞെന്താണ്? വല്ലാഹു മുത്തിമ്മു നൂരിഹി ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. അതൊക്കെ അള്ളാഹ് പറഞ്ഞു, പക്ഷെ അതൊന്നും ഇപ്പം നടക്കണ കാര്യമില്ല എന്നല്ല അതിനർത്ഥം. അത് അള്ളാഹിനെ പറ്റി വിചാരിക്കാൻ പറ്റുന്ന വിചാരമല്ല. ഫമൻ ളന്ന അന്നഹു യുദീലു അൽ ബാതില അലൽ ഹഖ് ഇദാലത്തൻ മുസ്തമിറ യൽമഹില്ലു മഅൽ ഹഖ്. ഒരുത്തൻ വിചാരിക്കുകയാണ് ഇവിടെ ബാത്തിൽ മേൽക്കോയ്മ നേടും, എന്നേക്കുമായി ഹക്ക് ഇല്ലാതായി പോകും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് സൂഉൽ തന്നെയാണ്, തെറ്റായ വിചാരമാണ്. ഔ അൻകറ അൻ യകുന മാ ജറാ ബിഖലാഇഹി വഖദരിഹി. സംഭവിച്ച പലതും അല്ലാഹുവിന്റെ ഖലാ ഖദർ അനുസരിച്ചല്ല എന്ന് വിചാരിച്ചാലോ സൂഉൽ തന്നെയാണ്. ഔ അൻകറ അൻ യകുന ഖദറുഹു ലിഹിക്മത്തിൻ ബാലിഗ. അല്ലാഹുവിന്റെ ഖദർ തന്നെയാണ്, പക്ഷേ ഒരു ഹിക്മത്ത് പ്രകാരമല്ല എന്ന് വാദിച്ചാലും യസ്തഹിഖു അലൈഹിൽ ഹംദു. അള്ളാഹിനെ പ്രശംസിക്കാവുന്ന ഒരു ഹിക്മത്തൊന്നും അതിലില്ല. സംഗതി അള്ളാഹിന്റെ ഖദർ തന്നെയാണ്, പക്ഷെ അവിടെ എന്തോ അത് ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചാലും ബൽ സഅമ അന്ന ദാലിക ലിമശീഅത്തിൻ മുജറദ. കണ്ടോ, കേവലം മശീഅത്ത് പ്രകാരമാണ് എന്ന് വിശ്വസിച്ചാലും ഫദാലിക ളന്നുല്ലദീന കഫറു. അതൊക്കെ അവിശ്വാസികളുടെ വിചാരമാണ്. അള്ളാഹിന്റെ ഖദർ പ്രകാരം, പക്ഷേ അത് മശീഅത്തും മുജറദ, കേവലം അള്ളാഹിന്റെ ഉദ്ദേശം അനുസരിച്ച് നടന്നു, അല്ലാതെ അതിലുള്ള എന്തോ ഒരു അത് വേണ്ട പോലെ ആയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതിൽ അള്ളാഹ് പറഞ്ഞത് മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്. റഹ്മാന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റ വ്യത്യാസം പോലും കാണുകയില്ല. ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. നീ മടക്കി നോക്കിക്കോ വല്ല ഗ്യാപ്പുണ്ടോന്ന്. സുമ്മർജിൽ ബസറ കർറതൈൻ. വീണ്ടും വീണ്ടും നോക്കിക്കോ. യൻഖലിബിലൈക്കൽ ബസറു ഖാസിയൻ വഹുവ ഹസിയ. പരാജയപ്പെട്ട് കണ്ണ് മടങ്ങി വരുന്നല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റ വ്യത്യാസം കാണാൻ പോലും കഴിയുകയില്ല. അത് സൃഷ്ടിപ്പന്ന ആകാശഭൂമി മാത്രമൊന്നുമല്ല, എല്ലാം മനുഷ്യന്മാരുടെ പ്രവൃത്തിയടക്കം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. എല്ലാം അള്ളാഹ് പഠിച്ചതാണ്. അവിടെ എവിടെയും ഇല്ല ഒരു ഏറ്റ വ്യത്യാസം, എല്ലാം കൃത്യമായ ഹിക്മത്ത് പ്രകാരം. അതാ ഹക്കീം എന്നത്. അള്ളാഹ് ഹക്കീമാണെന്ന് പറഞ്ഞാൽ ഹിക്മത്തുടയവനാണ്. അല്ലാത്തൊരു പണി ഇവിടെ ഇല്ല, അല്ലാത്തൊരു സംഗതി ഇവിടെ ഇല്ല. അള്ളാഹിന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഖദറില്ല. ഖദർ പ്രകാരമല്ലാതെ ഒരു കാര്യം നടക്കുന്നുമില്ല, അല്ലാത്തൊന്നും ഇല്ല. ഇതൊക്കെ അവിശ്വാസികളുടെ വിചാരമാണ്. ഫവൈലുൻ ലില്ലദീന കഫറൂ മിനന്നാർ. അവിശ്വാസികൾക്ക് നരകമാകുന്ന നാശം. വഅക്സറുന്നാസ്. ഭൂരിപക്ഷം ആളുകളും യദുന്നൂന ബില്ലാഹി ദുന്നസൂ. അള്ളാഹിനെ പറ്റി മോശമായ വിചാരം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഫീമാ യഖ്തസ്സു ബിഹിം. അവരുടെ കാര്യത്തിൽ, അവനവൻ്റെ സ്വന്തം കാര്യത്തിൽ അള്ളാഹിനെ പറ്റി തെറ്റായ വിചാരം വെച്ച് പുലർത്തുന്നു. വഫീമാ യഫ്അലുഹു ബിഗൈരിഹിം. മറ്റുള്ളവരെ കൊണ്ട് അള്ളാഹ് ചെയ്യുന്ന കാര്യത്തിലും ഒരാൾക്ക് അല്ല ഒരു കഷ്ടപ്പാട് കൊടുത്തു, ഒരു പരീക്ഷണം കൊടുത്തു, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു ദുരന്തം ഉണ്ടായി. എന്താ ഇപ്പം അല്ല ഇങ്ങനെ, എന്താ ഇപ്പം കഴിഞ്ഞൊല്ലും വെള്ളപ്പൊക്കം ഇക്കൊല്ലം പിന്നെ ഉണ്ടായി, ഇത് വല്ലാത്തൊരു പ്രശ്നമായല്ലോ. അത് സൂഉൽ തന്നെയാണ്, അള്ളാഹിനെ പറ്റിയുള്ള മോശമായ വിചാരമാണ്. വലാ യസ്അമു മിൻ ദാലിക. ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലാ മൻ അറഫല്ലാഹ വഅസ്മാഅഹു വസിഫാതഹു. അള്ളാഹിനെ അറിയണം, അവൻ്റെ ഇസ്മുകൾ അറിയണം, അവൻ്റെ സിഫത്ത് അറിയണം, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. വെറുതെ അള്ളാഹിൻ്റെ വിചാരിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല. അള്ളാഹിൻ്റെ അസ്മാവും സിഫാത്തും പഠിച്ചോനെ
ഈ തെറ്റായ വിചാരത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. വമൂജിബ ഹിക്മത്തിഹി വഹംദിഹി, അള്ളാഹിൻ്റെ ഹിക്മത്ത്, അവൻ്റെ ഹംദ്, അതിന് വാജിബായ കാര്യങ്ങൾ അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക. അവരുടെ സ്വന്തത്തോട് ഗുണകാംക്ഷയുണ്ടെങ്കിൽ ഇതവൻ ശ്രദ്ധിക്കട്ടെ. അവൻ തൗബ ചെയ്യട്ടെ. അള്ളാഹിനെ പറ്റി മോശം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തട്ടെ. നീ ആരെ പരിശോധിച്ചാലും ശരി, അവനൊക്കെ അള്ളാഹിൻ്റെ ഖദറിൽ ഇവന് ധിക്കാരം കാണാൻ കഴിയും. അള്ളാഹിൻ്റെ ഖദർ പൂർണ്ണമായും അറിഞ്ഞ് അംഗീകരിക്കുന്ന മനുഷ്യന്മാർ വളരെ വളരെ കുറവാണ്. ഏതാളെ പരിശോധിച്ചാലും പടച്ച റബ്ബിൻ്റെ ഖദറിൽ ഇവന് ചില കിബർ ധിക്കാരങ്ങളുണ്ടാകും. വാന്നഹുക്കാന എംബഗി അയ്കുന കദാ വകദാ, അതിങ്ങനെ ആകേണ്ടിയിരുന്നു എന്നവന് പറയും. പല വിഷയം പറയുമ്പോഴും അതിങ്ങനെ നന്നായിരുന്നു, അത് അങ്ങനെ നന്നായിരുന്നു എന്ന ആളുകൾ പറയും. അത് റബ്ബിൻ്റെ ഖദറിന് അവൻ വിധേയപ്പെടുന്നില്ല. അതിൽ ഏറ്റവും വ്യത്യാസം, ചിലർക്ക് കുറച്ചായിരിക്കും, ചില കൂടുതലായിരിക്കും, ഖലീലാവും കസീറാവും. നിന്നെപ്പറ്റി നീ പരിശോധിച്ചോ, ഹൽ അൻത സാലിം, നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നീ പരിശോധിച്ചോ. കവിൻ്റെ കവിത ഇതിട്ട് ബന്ധപ്പെട്ടില്ല. ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അലമതി വഇല്ലാ ഫഇന്നി ലാ അഖാലക നാജിയ, നീ രക്ഷപ്പെട്ടെങ്കിൽ അത് വലിയ വിപത്ത് രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിലോ ഞാൻ എനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് പണ്ടൊരു കവി പാടിയിട്ടുണ്ട്. അതാണ് ഇവിടെ യോജിക്കുക എന്ന് കൂടി ഷെയ്ഖ് പറയുന്നു. നടന്നോട്ടെ. ഇനി ഇബ്നു ഖയ്യിമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാചകമാണ്, അദ്ദേഹത്തിൻ്റെ ഷിഫായിൽ വന്ന വാചകമായിരിക്കാനാണ് സാധ്യത. ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അസുരി അങ്ങനത്തെ അദ്ദേഹം ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും വിശ്വാസ കാര്യങ്ങൾ പ്രധാനമാണ്. നമ്മളൊക്കെ അക്കീദ ശരിയാണെന്ന് വിചാരിക്കും, പക്ഷെ അക്കീദിൻ്റെ പല ഭാഗവും നമ്മൾ അറിഞ്ഞിട്ടും ആലോചിച്ചിട്ടും പോലും ഉണ്ടാവില്ല. നമ്മളെ കാരണം നമ്മളൊക്കെ അക്കീദ ശരിയാണ്, നമുക്കിപ്പോൾ തൗഹീദുണ്ട്, ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്നാണ്. അക്കീദയുടെ ഒരുപാട് വിശദാംശങ്ങൾ നമ്മൾ പക്ഷെ ആലോചിക്കുക പോലും ചെയ്യാത്ത വിഷയങ്ങൾ പോലും അതിലുണ്ട്. അതെ, അതങ്ങനെ പോന്നു എന്നാണ് അശ്രീത്തർ. ഏതായാലും അസുര നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഈ കിതാബ് ഫുള്ള് പഠിച്ചാൽ അക്കീദ എല്ലാ ഭാഗം കിട്ടും. അതുകൊണ്ടാണ് ഇലാ ഇഅ്തിഖാദി സ്വഹീഹ്. ഇൻഷാ അല്ലാഹ് വഫഖനല്ലാഹ് ബറകല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.